ഹലോ ഹായ് വെൽക്കം ടു ഏതു നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. സ്പോട്ടിഫൈയിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങളിപ്പോൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്ട്രോ FM അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. ഞങ്ങൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അവിടെ ഫോളോ ചെയ്യണം എന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടാതെ ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ പേജുകളും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, താല്പര്യമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിൻവെളി നായകനെ കുറിച്ച് പറയാനായിട്ടാണ്. നമ്മുടെ മണിരത്നം ആൻഡ് കമൽഹാസൻ എത്ര വർഷമാണ്? 40 വർഷങ്ങൾ എന്ന് ചിലർ പറയുന്നു, 36 വർഷങ്ങൾ എന്ന് മറ്റു ചിലർ പറയുന്നു. ഇങ്ങനെയാണെങ്കിലും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ക്ലാസിക്കുമായിട്ട് അവർ വന്നിരിക്കുകയാണ്, ഒരു കൾട്ട് ക്ലാസിക്കുമായിട്ട്. അത് തഗ് ലൈഫ് എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ തഗ് ലൈഫിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ ചാനലിലെ തഗ്ഗുകളെ വെൽക്കം ചെയ്യുകയാണ്. മിസ് UDC കുമാരി ആൻഡ് മിസ്റ്റർ ചക്രപാണി, വെൽക്കം ടു ദ ഷോ. ഹായ്. അതായത് ഹായ് ഗായ്സ്, ഭയങ്കര ടയേർഡാണ്. ഞങ്ങളുടെ ഹൈയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അല്ല, എന്റേത് തീർച്ചയായും. ടയേർഡ് അല്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്റെ ഉറക്കിച്ചു. ഞാൻ പാതിരാത്രി ഇരിക്കുന്നതിന്റെ ഒരു ക്ഷീണത്തിലും കൂടെ ഉണ്ട്. ഞങ്ങൾ പക്ഷേ 3 ടൈം സോണിൽ ഇരിക്കുന്നവരാണ്. ആക്ച്വലി ഡിഫറെന്റ് ടൈമും ആണെന്ന് തോന്നുന്നു അല്ലേ? ചക്രപാണിക്ക് ഉച്ചയാണോ അതോ സന്ധ്യയാണോ? എനിക്കിവിടെ ഉച്ചയാണ്, 12 മണി. ആ, അതെ. ദിഗുവിന് രാത്രിയാണ്, മറ്റും കഴിക്കാനുള്ള. എനിക്ക് ഇവിടെ രാവിലെ. 4 മണിയാവാറായി. നൈസ്. പല ടൈം സോണുകളിൽ ഓ, ഇരുന്ന് പറയാൻ രാവിലെ പറ്റിയ 4 ഒരു പടം. മണിയാണോ? വെളുപ്പിനെ 4 മണി. രാവിലെ 4 മണി. അപ്പം Yes. തഗ് ലൈഫ് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു? ഞാൻ ശരിക്കും ഈ പടത്തിനോട് നന്ദി പറയേണ്ടതാണ്. കാരണം വീണ്ടും ഇന്ത്യൻ ടൂവിനെ മറികടക്കാൻ സാധിക്കുന്ന ഒരു കമൽഹാസൻ പടം എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ബട്ട് ആണ്ടവറുടെ, അതായത് ഒരു നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പം കമൽഹാസന്റെ ഏത് കൂറപ്പടം എടുത്താലും നല്ലതായിരിക്കും എന്നുള്ളൊരു അഹങ്കാരത്തോടെ പറഞ്ഞിരുന്ന ഒരു ആണ്ടവർ ഫാനിൽ നിന്നും അദ്ദേഹം തന്നെ പക്ഷെ ഇന്ത്യൻ ടു ഞാൻ ഹൈലി എൻജോയ് ചെയ്തോണ്ടേ അതെനിക്ക് ആ ലിസ്റ്റിൽ പെടുത്താൻ പറ്റിയില്ല. പക്ഷെ ഇത് എനിക്ക് അറിഞ്ഞുകൂടെ, ഇത് ഞാൻ ആ ലിസ്റ്റിൽ പെടുത്താമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഒടുവിൽ ഇത് സംഭവിച്ചു. ഇങ്ങനെ ഒരു അദ്ദേഹം വെറും ഉലകനായകനിൽ നിന്ന് അദ്ദേഹം ഇപ്പോൾ സ്പേസിലാണ്, വിൻവെളി നായകനായി വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എയറിലായിരുന്നു ഒരാളെ സ്പേസിൽ എത്തിച്ച ഒരു അനുഭവം. അല്ല, പ്രത്യേകിച്ച് ആ ക്ലൈമാക്സിലെ ഭൂമിയിലായിരുന്നു പുള്ളി. സാധനം കൂടെ ആയപ്പോഴത്തേനാണ് പെർഫെക്റ്റ് ആയെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയും നേരം എനിക്ക് കുഴപ്പമില്ല, എന്നാൽ കണ്ണാടി വെച്ചിട്ടുള്ള അവസാനത്തെ വിൺവിളിയും കൂടെ ആയപ്പോഴാണ് കറക്റ്റ് സ്പേസിലായത്. വാവ്, തിയേറ്റർ റെസ്പോൺസ് ഒക്കെ മികച്ച എക്സ്ട്രോർഡിനറി ആയിരുന്നു. എന്റെ അമ്മ. അതെ, 3 ലെജൻഡ്സ് ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെ ഒരു പടം 3 തരിക വേസ്റ്റ് എന്നുള്ളത്. വർക്കായിരുന്നു. അല്ല, അവര് തന്നെ കോമ്പറ്റീഷൻ ചെയ്യുമായിരുന്നു, ആരാണ് ബെറ്റർ ആയിട്ട് കൂറയാക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് കമൽഹാസന്റെ ഇപ്പോഴും ഇന്ത്യൻ ടു ആണ് വേസ്റ്റ്. പക്ഷെ എന്നാലും അല്ല, അത് ബാക്കി ഞാൻ രണ്ടുപേരുടെയും സമ്മതിച്ചിട്ടില്ല. അല്ല, തീർച്ചയായും. അത് ഞാൻ സമ്മതിക്കില്ല. മണി സാറിന്റെയും ARRന്റെയും വേസ്റ്റ് ഇൻ മൈ ഒപ്പീനിയൻ ദർ വേസ്റ്റ് കോമ്പിനേഷൻ. അല്ല, എന്നെ സംബന്ധിച്ച് ഇതിനകത്തിൽ എനിക്ക് മണിരത്നോ കമൽഹാസനോ അല്ല എന്നെ ഡിസപ്പോയിന്റ് ചെയ്യിപ്പിച്ചത്. എന്നെ 100% ഡിസപ്പോയിന്റ് ചെയ്യിപ്പിച്ചത് AR റഹ്മാനാണ്. എനിക്ക് ഇത്രയും ഡിപ്രഷൻ, ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് എനിക്ക് കണ്ടോണ്ടിരുന്നപ്പം, ഞാനിത് എപ്പോഴും ദിഗംബരനോട് പറയുന്നത്, ദിഗംബരനെ ഞാനോട് ഈ കൂറപ്പടം എല്ലാം കൂടി ഇരുന്ന് കണ്ട് ഇപ്പൊ സാച്ചുറേഷൻ ലെവലിന്റെ മാക്സിമം ആണ്. അതുകൊണ്ട് ഏത് അളിഞ്ഞ പടം കണ്ടാലും ഞങ്ങൾക്കതൊരു മിനിമം ഗ്യാരണ്ടിയിൽ ഞങ്ങളത് കാണും ഇരുന്ന്. എന്നാൽ കണ്ടു, അതൊരു മിനിമം ഗ്യാരണ്ടി ഉള്ള പടമാണെങ്കിൽ ഞങ്ങൾക്ക് അത് വലിയ കുഴപ്പമില്ല, പാസബിൾ ആണെങ്കിൽ നമ്മളത് കാണും. കാരണം അത്രയും അളിഞ്ഞ പടങ്ങൾ വരെ കാണുന്നതുകൊണ്ട്. പിന്നെ ക്ലാസിക്സ് കാണുന്നത് കൊണ്ട് നമുക്കൊരു എന്താണ്, പണ്ടത്തെ പടങ്ങൾക്ക് പേസിങ് ഇച്ചിരി സ്ലോ ആണല്ലോ കമ്പാരിറ്റീവ്ലി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു എന്താ പറയുന്ന ആ ഒരു അറ്റൻഷൻ പ്രശ്നങ്ങളും ഇല്ല. അറ്റൻഷൻ ഡെഫിഷ്യൻസി പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മളിങ്ങനെ ആ ഒരു സ്ലോ പേസ് ആണെങ്കിലും നമുക്ക് കണ്ടുപോകാനുള്ള ഒരു ഇതുണ്ട്. പക്ഷെ ഇത് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനിത് കണ്ടോണ്ടിരുന്നിട്ട് എന്നെ കൊണ്ട്
ഉഫ്! എന്റെ അമ്മോ! സെക്കൻഡ് ഹാഫിന്റെ പകുതിയൊക്കെ ആയപ്പോഴത്തേനും തിയേറ്ററൊക്കെ കാണണം. ചിലര് കൂവുന്നു, ചിലര് എഴുന്നേറ്റ് പോകുന്നു. എന്റെ ദൈവമേ! ചിലരിരുന്ന് തന്തയ്ക്ക് വിളിക്കുവാ. ഏത് തെണ്ടിയാ ഇതെടുത്തതെന്നൊക്കെ ചോദിച്ചോണ്ടിരുന്ന് പല ഭാഷയിൽ, പല മൾട്ടിപ്പിൾ ഭാഷയിലിരുന്ന് തെറി പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഉഫ്! എന്റെ അമ്മോ! പക്ഷെ ഒരു രക്ഷയില്ല. എനിക്ക് അറിഞ്ഞൂടാ അത് ഇത്രയും കൂറപ്പടം കണ്ടിട്ട് പോലും ഇനി അത് പ്രശ്നം എന്താണെന്നറിയാവോ? കൂറപ്പടമാണെങ്കിൽ ആക്ച്വലി നമുക്ക് കാണാം. പക്ഷെ ഇത് അതെ. കൂറ പടമല്ല. അതാണ് എന്ന് പറഞ്ഞാൽ അല്ല, ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയട്ടെ. ഇത് ഹൈപ്പിനനുസരിച്ചുള്ള പടമുണ്ട്. അതായത് ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ഇത് ഹൈപ്പ് ചെയ്തിരുന്നത് ഇത് ഭയങ്കര നെഗറ്റീവായിട്ടാണ്. ആ നെഗറ്റീവ് ഹൈപ്പിനുള്ള പടം. ഉണ്ടല്ലേ. ശരി. അല്ലാതെ ഫസ്റ്റ് ടൈം അതാ പടം പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് മീറ്റിംഗ് എക്സ്പെക്ടേഷൻ അല്ലേ? ഇറ്റ്സ് നോട്ട് കൂറപ്പടം. ഇറ്റ്സ് ലൈക്ക് No. എന്തോ പറയുന്ന ഹാഫ് ഹാർട്ടഡ് ആയിട്ട് ഒരു താല്പര്യം ഇല്ലാതെ ആരാണ്ടൊക്കെയോ Boring. മറ്റേ അതായത് മറ്റേ മറ്റേ മൈക്കാട് പണിക്കാരെ വെച്ചിട്ട് ബാക്കിയുള്ള പണി തീർക്കുക എന്ന് പറയുന്ന പോലെ ഇങ്ങനെ മറ്റേ ബംഗാളികളെ വിളിച്ചിട്ട് ബാക്കി പരിപാടികൾ തീർത്തു. സോറി ഫോർ ബീങ് എ റേസിസ്റ്റ്, പക്ഷെ അതുപോലത്തെ ഒരു പരിപാടി എനിക്ക് തോന്നുന്നില്ല. അതായത് അവര് ഒരു മാവീരനിലെ പണി ഫ്ലാറ്റ് എടുക്കാത്തത്. പണിയുന്ന പോലെ അതായത് ലോ കോസ്റ്റ് എല്ലാം പാച്ച് ആയിട്ട് വർക്ക്. ഒരു എനിക്ക് എനിക്ക് ആ ഫസ്റ്റ് ഹാഫിലല്ലാതെ ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എനി മണിരത്നം എലമെന്റ് ഇൻ ദിസ് ഹോൾ ഫിലിം. സോറി, കണ്ടിന്യൂ പ്ലീസ്. അതെ, ദിഗംബരൻ എന്താ പറയാണ്ടിരിക്കാൻ? സോറി, ഞാൻ ഇച്ചിരി വിക്ഷോഭിച്ചു പോയി. പറഞ്ഞോളൂ, കണ്ടിന്യൂ. അല്ല, ഞാൻ പറഞ്ഞത് എനിക്ക് എന്താ പറയുന്നത്, ഞാനൊരു ഒരു പ്രത്യേക വൈബിലായിരുന്നാണ് ഈ പടം കണ്ടത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഒരു എന്താ പറയുന്നത് എന്നെ അങ്ങോട്ട് കാര്യം നമ്മൾ ഓൾറെഡി ഇത് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പം എനിക്കിവിടെ 4-ാം തീയതി റിലീസായ സിനിമയാണിത്. അപ്പം FDFS പോകാൻ വേണ്ടിയിട്ട് പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ നേരത്തെ കിടന്നുറങ്ങണം, നേരത്തെ എഴുന്നേറ്റ് പോകണം. 6:30ക്കാണ് ഷോ. അപ്പം എനിക്ക് വൈകിട്ടാണ് വർക്ക്. അപ്പം ഞാൻ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നിട്ട് 6:30ക്ക് ഇതിന് പോകാൻ വേണ്ടിയിട്ട് എനിക്കങ്ങോട്ട് എക്സ്പെക്ടേഷൻ താങ്ങാൻ പറ്റാതെ എനിക്കന്ന് ഉറക്കം വന്നില്ല. എന്നിട്ട് പിന്നെ സമയമായപ്പോൾ ഞാൻ ഓർത്തു പടത്തിന് പോകണോ അതോ പണിക്ക് പോകാനായിട്ട് കിടന്നുറങ്ങിയാൽ എൻ്റെ അടുത്ത ദിവസം രാവിലെ വരെ ഉണ്ട് ജോലി. ഞാൻ ഓർത്ത് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് പിന്നെ ഞാൻ ഓർത്ത് സാരമില്ല, അടുത്ത ദിവസം പോകാന്നുള്ള രീതിയിൽ ഞാനൊരു തീരുമാനം എടുത്തു. അപ്പം അതുകൊണ്ട് ഒരർത്ഥത്തിൽ ഒരു വലിയ ഡിസപ്പോയിൻമെന്റ് ഒഴിവാക്കാൻ സാധിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം ആ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആ കോലത്തിൽ പോയിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയേനെ. ഇതിപ്പോ അല്ല, അടുത്ത ദിവസം ആയതുകൊണ്ട് നീ ആ കോൺവെർസേഷൻ ഓർക്കുന്നുണ്ടോ? നമ്മൾ മൂന്നുപേരും തമ്മിൽ സംസാരിച്ച് പടം ക്യാൻസൽ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു പോയ പോലത്തെ നെഗറ്റീവ് ആയിരുന്നു നമ്മൾ കേട്ടത്. എന്നിട്ടും നമ്മള് ഹീറോയിസം കാണിച്ചു എന്നുള്ളതാണ് വേറെ. ഇത് ഏറ്റവും വലിയ കോമഡി എന്നാന്ന് വെച്ചാല് നമ്മള് കമലഹാസൻ ക്ലാസിക്സ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ടൂവിന്റെ കാര്യത്തില് നമ്മുടെ പ്രഡിക്ഷൻ ആക്യുറേറ്റ് ആയിരുന്നു. നമ്മൾ അന്നേരം പറഞ്ഞായിരുന്നു ദുരന്താവും. പക്ഷെ തഗ് ലൈഫില് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പോയി കാണണം, എപ്പിസോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അത് നമ്മൾ ആ വിധിയുടെ ഒരു ഡയലോഗ് ആക്ച്വലി ക്രൂരമായ വിളയാട്ടം. അതെ, നമ്മളെ ഈ സെയിം ഡയലോഗ്, അതായത് നമ്മളെ ഒരു കമലഹാസൻ ഫിലിം നമ്മളെ ഡിസപ്പോയിന്റ് ചെയ്യിപ്പിക്കത്തില്ല എന്ന് പറയുന്ന സാധനം നമ്മൾ ആക്ച്വലി നമ്മുടെ AR റഹ്മാൻ ക്ലാസിക്സിലും ഇതേ ഒരു ഡയലോഗ് പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും കൂടെ വന്ന പടം മണിരത്നം സിനിമ പോലും എനിക്ക് ഇതായത് സോഫാർ ഒരു പടവും ലൈക്ക് ഡിസപ്പോയിന്റ് ചെയ്തു എന്ന് പറയേണ്ട ആ ഒരു ലെവലിലേക്ക് വന്നിട്ടില്ല. മേ ബി ടു വനില ഓർ മേ ബി ടു ആവറേജ് എന്ന് തോന്നിയിട്ടുണ്ട്. ദിസ് ഇസ് ലൈക്ക് എ റിയൽ ഡിസപ്പോയിന്റ്മെന്റ്. ഭയങ്കര ഈ പടത്തിനേക്കാൾ ഇതിന്റെ മറ്റേ ബിഹൈൻഡ് ദ സീൻസ് പോലെ ഈയിടെ ഒരു സാധനം റിലീസ് ചെയ്തായിരുന്നല്ലോ, മേക്കിംഗ് വീഡിയോ പോലെ. അത് പൊളിയായിരുന്നു. ഇതിനേക്കാളും അടിപൊളിയായിരുന്നു. അനൗൺസ്മെന്റ് വീഡിയോ ഇതിനും എന്ത് അടിപൊളിയായിരുന്നു. ഇത് ലൈക്ക് ഐ ഡോണ്ട് നോ ഇഫ് ദേ വർ മോക്കിംഗ് ദി ഓഡിയൻസ് ഓർ ലൈക്ക് ഹൗ ഡു ഈവൻ സേ ദിസ്. അതായത് കുറെ പ്രായമുള്ളവർ ചേർന്ന് എന്നാൽ നമുക്ക് ജെൻസിക്ക് വേണ്ടി ഇതാണ് പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞ അങ്ങനെ എന്തോ ചെയ്ത പോലെ ഉണ്ടായിരുന്നു. എല്ലാരും മണിരത്നം ബിക്കോസ് വി ആർ ജെൻസി എന്ന് പറഞ്ഞപ്പോ കൊമേഡിക്ക് പറഞ്ഞാണെന്ന് ഓർത്തു. പക്ഷെ പുള്ളി ഇതാണ് ഉദ്ദേശിച്ചതെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അതിലർത്ഥമുണ്ട്. അല്ല, കമൽ സാർ പക്ഷെ എല്ലാത്തിനും പടത്തിന്റെ മുമ്പ് തന്നെ പുള്ളി എല്ലാവരും ഓൺ ചെയ്യും. കാര്യം ഇന്ത്യൻ ടൂവിന്റെ സമയത്ത് പുള്ളി പറഞ്ഞായിരുന്നു ഇന്ത്യൻ 3 കണ്ടോണ്ടാ ഞാൻ ഇന്ത്യൻ 2 അപ്പോഴേ നമ്മൾ നോട്ട് ചെയ്തു. ഇതിലും പുള്ളി പറഞ്ഞു നായകനെ ബീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് തോന്നി തീർന്നു. ഇന്ത്യൻ 3 ഇറങ്ങത്തില്ലെന്നുള്ളത് പുള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ് പുള്ളി ആ നൈസായിട്ട് ആ സാധനം അടിച്ചത്.
ഇതില് ഇനിയിപ്പോ മണിരത്നത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇനി പുള്ളി പറഞ്ഞത് എന്റെ സ്ക്രിപ്റ്റിൽ നിന്ന് പുള്ളി എടുത്ത് കഥയാക്കിയാണെന്ന്? എനിക്കറിഞ്ഞൂടാ. അല്ല, ഇപ്പൊ ആക്ച്വലി ആ, പുള്ളിയുടെ കഥയിൽ എടുത്തതാണെന്നാണ് പറയുന്നത്. അല്ല പിന്നെ ഇതിപ്പോ പപ്പാതി പോവല്ലോ, ഫുള്ള് ഏഹ്, മണിരത്നത്തിന്റെ തലയിലോട്ട് ആ പോകല്ലോ, പുള്ളിയുടെ അതെ കൂടെ അതെ അതെ, സ്ക്രിപ്റ്റ് ആയതുകൊണ്ട്. അപ്പം ആ യെസ്, അങ്ങനെ അത് ഇറ്റ് കുഡ് ബി അമർഹേ. എനിത്തിങ്. പക്ഷെ ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അമർഹേ എന്ന് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചാൽ നമ്മള് സിംബുവിന് ഒരു ഭയങ്കര ഇതിപ്പോ കുറെ ആയിട്ട് പുള്ളി അല്ല കംബാക്ക് നടത്തുക, പക്ഷെ എന്നാലും പുള്ളി ഞാനേ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമെന്നൊക്കെ വിചാരിച്ച പടമായിരുന്നു. ചക്രവാണി ഇത് പറയാൻ വരുന്നതിന് മുമ്പ് ഞാൻ ചക്രവാണിയോട് ഒരു കാര്യം ചോദിച്ചു. ചക്രവാണി ഭയങ്കര STR ആ, ഫാൻ ആണല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ആ. നിനക്ക് STRനെ ഇഷ്ടം എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്നിട്ട് ഞാൻ പറയാം STRന്റെ ഈ പടത്തിലെ പെർഫോമൻസിനെ കുറിച്ച് എനിക്ക് എന്താ തോന്നിയെന്ന് ഞാൻ പറയാം. STRന് അല്ല എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ? STR അല്ല നല്ലതല്ലേ? അല്ലെ എന്തുകൊണ്ടാണ് വൈ യു എ എനിക്ക് ഫാൻ എന്ന് ചോദിക്കുമ്പോൾ ഉള്ള ഒരു കാര്യമാണ് എനിക്ക് എനിക്ക് ചക്രവാണിയിൽ നിന്ന് എനിക്ക് അറിയാൻ. ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് പേഴ്സണലി ഞാൻ ആദ്യമായിട്ട് പുള്ളിയുടെ കാണുന്ന മന്മഥന്. പുള്ളി ഉം, ഞാൻ ചെറുതായിരുന്നു, അപ്പൊ അതിന് മുന്നത്തെ പടങ്ങളൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. ഞാൻ ഉം, മന്മഥൻ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് എന്താന്ന് വെച്ചാല്, പുള്ളിക്ക് ആ പ്രായത്തില് പുള്ളി അത്രയും ഡെയറിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഒരു സിനിമയായിട്ട് ചെയ്തു. അതും ഉം, അതിൻ്റെ അകത്ത് നല്ലതായിട്ട് അഭിനയിച്ചു. രണ്ട് തരത്തിലുള്ള ക്യാരക്ടേഴ്സ് അഭിനയിച്ചു. പുള്ളി പുള്ളി ഇത് റീമേക്ക് ചെയ്യാൻ വേണ്ടി പല ആൾക്കാരുടെ അടുത്ത് പോയെങ്കിലും ആരും ആ പ്രോജക്റ്റ് തൊട്ടുപോലുമില്ല. അത് കഴിഞ്ഞ് പുള്ളിയുടെ വല്ലവൻ സിനിമ വന്നു. ഇപ്പൊ അത് ഇച്ചിരി പ്രോബ്ലമാറ്റിക് ആയിരിക്കും കാണാൻ, പക്ഷെ എന്നാൽ പോലും ഉം, എനിക്ക് തോന്നുന്നു ഒരു ഒരു സ്ട്രോങ് ഒരു ഫീമെയിൽ ആന്റഗണിസ്റ്റ് വന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമ എനിക്കത് പടയപ്പയ്ക്ക് ശേഷം ഒരു സാധനം വന്ന, അതായത് പടയപ്പയായിട്ട് ഞാൻ കമ്പയർ ചെയ്യല്ല, ഡോണ്ട് ഗെറ്റ് മീ റോങ് ഹിയർ. പക്ഷെ ഒരു സ്ട്രോങ് ഫീമെയിൽ ഒരു സൈക്കോ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് അതും ചെയ്തു. ആൻഡ് ഹീസ് വെരി മൾട്ടി ടാലന്റഡ്. അതായത് പുള്ളിക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്. പുള്ളി എന്താ പറയുന്നത്, പുള്ളിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ കമൽഹാസന്റെ കാര്യം പറയുന്ന പോലെ ഒരുപാട് ഫീൽഡിൽ പുള്ളിക്ക് ടാലന്റ് ഉണ്ട്. മേ നോട്ട് ബി ആസ് ഇന്റലക്ച്വൽ ആസ് കമൽഹാസൻ. ആൻഡ് പുള്ളിയുടെ അഭിനയത്തിന്റെ സ്കെയിൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി കുറച്ചുകൂടെ നമുക്ക് തന്ന ഒരു ഡയറക്ടർ ഉണ്ട്, അതായത് ഒബിയസ് നമ്മുടെ GVM. ഇപ്പം ഉം, പുള്ളിക്കാരൻ യാഷികയുടെ പുറകെ ഓടുന്ന വീഡിയോ ഇറങ്ങിയെങ്കിലും ഉം, സ്റ്റിൽ ദി ഡയറക്ടർ വൈസ് സ്റ്റിൽ ഐ ലൈക്ക് ഹിം. ഉം. പുള്ളി വിനയ് താണ്ടുവരെ കൊണ്ടുവന്നപ്പം എനിക്ക് മനസ്സിലായി ഈ റോള് ചെയ്യാൻ പുള്ളി ഇതിനു മുന്നേ വെച്ചിരുന്ന ആൾക്കാർക്കോ വേറെ ആർക്കും തന്നെ പറ്റത്തില്ല എന്നുള്ളത് അത് സിംബു ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഹീസ് ഗുഡ്. പുള്ളിക്ക് അഭിനയിക്കാൻ അറിയാം, പുള്ളിക്ക് ഒരു സട്ടിലിറ്റി ഉണ്ട്, പുള്ളിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാം. ഞാൻ വെന്ത് തണിന്തത് കാട് കണ്ടപ്പോഴത്തേക്കും പുള്ളി, അതായത് സിംബുവിന്റെ ഒരു ടിപ്പിക്കൽ മാനറിസംസോ അല്ലെങ്കിൽ പുള്ളിയുടെ എവിടെ ഒരു ട്രേസ് പോലും ഇല്ലാതെ പുള്ളി അഭിനയിച്ചു. ഗൗതം മേനോനും വേറൊരു സോണിലായിരുന്നു. അതായത് ഗൗതം മേനോനെ തന്നെ മറന്ന് ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമ എന്ന് പറയണമെങ്കിൽ എനിക്ക് വെന്ത് കാടാ പറയുന്നത്. കാരണം അതിന് ഈ പറയുന്ന പോലെ തന്നെ നായകൻ പോലെ തന്നെ ഒരു ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ കുറെ കാര്യങ്ങൾ ആ പടത്തിന്റെ അകത്തുണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ ഗാങ്സ്റ്റർ ഫിലിം, ബട്ട് ഇറ്റ് ഹാഡ് സം ഡെപ്ത്. അതായത് ഇറ്റ് വാസ് വെൽ റിട്ടൺ, വെൽ പെർഫോംഡ് ആൻഡ് എവറിത്തിങ്. സോ ഇത്രയും, അതായത് ഇത് ലൈക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് ഇങ്ങനെ പറയാനേ അറിയത്തുള്ളൂ സിംബുവിനെ കുറിച്ച്. ഉം. പക്ഷെ ഈ പറയുന്ന പോലെ അവന്റെ മേ ബി പുള്ളിയുടെ കരിയറിലുണ്ടായ പുള്ളിയുടെ എന്താ സെറ്റ് ബാക്സ്, അതായത് പുള്ളിയുടെ ഡിസിപ്ലിൻ കുറവും അതും ഇതൊക്കെ കാരണമാണ് പുള്ളി ഇപ്പൊ കരിയറിൽ ഇത്രയും ബാക്കിലോട്ടായത്. ഉം. അല്ലെങ്കിൽ ബൈ നൗ ധനുഷ് സിംബു എന്നുള്ള കമ്പാരിസൺ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിന്നേനെ, ഇഫ് ഹി വാസ് കൺസിസ്റ്റന്റ്, ഇഫ് ഉം. ഹി ഡിഡ് ദ റൈറ്റ് മൂവീസ്. ഇപ്പം എന്ന് പറഞ്ഞ സിനിമ സിംബുവിന് വെച്ചിരുന്ന സിനിമ, അത് അത് ജീവയാണ് ചെയ്തത്. ജീവയുടെ ക്യാരക്ടർ ആർക്കൊണ്ടും ചെയ്യാം. അത് സിംബു ചെയ്തിരുന്നെങ്കിൽ ആ പടത്തിന് റീച്ച് കുറച്ചുകൂടെ കിട്ടുമായിരുന്നു. ജീവയ്ക്ക് സിംബുവിന്റെ അത്രയും ഫാൻസ് ഇല്ല. ഇപ്പോഴും സിംബുവിന് ഇത്തരം പടങ്ങൾ ഉണ്ടായിട്ടും ഫാൻസ് ഇപ്പോഴും ലോയൽ ആയിട്ട് നിൽക്കുന്ന രണ്ട് ആക്ടേഴ്സേ ഉള്ളൂ തമിഴ്നാട്ടില്. അതൊന്ന് അല്ല അത് സിംബു, ആ മറ്റേത് അജിത്തുൽ. അല്ല ഞാനത് അപ്പം ദിഗംബരനോട് ഉം, പറയായിരുന്നു തിയേറ്ററിൽ ഇരുന്നിട്ടേ, ഈ ഉം. കമലഹാസന് വേണ്ടി അല്ല ആൾക്കാര് ആർപ്പ് അല്ല അല്ല വിളിക്കുന്നത്, അല്ല അല്ല STRന് അല്ല വേണ്ടിയാണ്. STR ആണ് എസ്റ്റിആറിന് വേണ്ടിയിട്ടാ. എല്ലാരും ഭയങ്കര ഇതൊരു വലിയ എനിക്കത് കംബാക്ക് ഭയങ്കര ചെക്കച്ചി ആവുമെന്ന് എല്ലാവരും സർപ്രൈസിങ് വിചാരിച്ചു. ആയിരുന്നു കേട്ടോ. കാരണം ചെക്കച്ചി കമലഹാസൻ വന്തവാനം ഉള്ളപ്പം പറ. ചെക്കച്ചി വന്തവാനം ഞാൻ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയ സമയത്തും സിംബു കാരണം കയറിയ ഓഡിയൻസ് ഒരുപാടുണ്ട് ഉം. ആ സിനിമയ്ക്ക്.
പക്ഷെ സിംബു കൊണ്ടുവന്ന ചെക്കച്ചവന്തമാനത്തിനേക്കാളും എനിക്ക് അതിന്റെ അകത്തിൽ പിന്നെയും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കാരണം അതിനകത്തുള്ള സ്റ്റാർസിന്റെ വാല്യൂ ഡിഫറെന്റ് ആണല്ലോ. ഇതെന്ന് പറയുന്നത് കമലഹാസൻ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ അവിടെ ഉണ്ടല്ലോ. പക്ഷെ കമലഹാസനെ ഓവർ പവർ ചെയ്യുന്ന രീതിയിലായിരുന്നു ഓഡിയൻസ് റെസ്പോൺസ്, STRനോടുള്ള ഒരു സ്നേഹം. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തായിരിക്കും അദ്ദേഹത്തിനുള്ള ഒരു പവർ എന്ന് ഞാനിങ്ങനെ ആലോചിക്കാം. കാരണം എന്റെ പ്രശ്നം എന്താ അറിയാം, ഞാൻ കണ്ടിട്ടുള്ളത് സിംബുവിന്റെ കുറച്ച് പടങ്ങളാണ്. എല്ലാം അലവലാതി പടങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് അത് ഈ എന്റെ RCB ഫാൻസ് പറയുന്ന അതെ പോലെയാണ് അതെ, അത് നമ്മൾ STR ഇന്നലെ ഫാൻസ്. പറഞ്ഞായിരുന്നു. അതെ അതെ, എവിടെയെങ്കിലും നമ്മളത് ജയിക്കും ഇന്നലെ പറഞ്ഞു. എന്നുള്ളൊരു വലിയ പ്രതീക്ഷയുണ്ട് പുള്ളിയുടെ കാര്യത്തില്. അല്ല വയനാട് കഴിഞ്ഞിട്ട് ഇപ്പോഴും പുള്ളി ഞാൻ വേറെ ലെവലിലോട്ട് പോകുന്ന എല്ലാരും പോവെന്ന് വിചാരിച്ചു. വിചാരിച്ചു. അല്ല, അത് വേറെ കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പം മാനാട് കഴിഞ്ഞപ്പോ പുള്ളി ചെയ്യേണ്ടിയിരുന്ന കുറെ പടങ്ങൾ ഡ്രോപ്പായി. അതായത് മാനാട് കഴിഞ്ഞിട്ട് ഉടനെ റാമുമായിട്ടൊരു പടം ചെയ്യേണ്ടതായിരുന്നു, മറ്റേ മിഷ്കിനുമായിട്ട് പടം ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ കുറച്ച് പടങ്ങൾ ഉണ്ടായിരുന്ന ഡ്രോപ്പായി. ഇപ്പൊ പോലും ഞാൻ പറയാം, വടച്ചെന്നൈ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് സിംബുവിനെ കൺസിഡർ ചെയ്ത ഒരു സിനിമ. സിംബു വാസ് സപ്പോസ് ടു ഡു വടച്ചെന്നൈ. പക്ഷെ അത് അവന്റെ ആ ഒരു സമയത്തെ കരിയറിന്റെ ഒരു പ്രശ്നം കാരണം അത് മാറിപ്പോയി. സോ ദെർ വർ ലോട്ട് ഓഫ് മൂവീസ് ദാറ്റ് ഹി വാസ് സപ്പോസ് ടു ഡു ആൻഡ് തിങ്സ് ഡിഡ് നോട്ട് ഈവൻ ഫോൾ ഇൻ ടു പ്ലേസ്. ഇപ്പോഴും എനിക്ക് ഈ മണി സാറിന് ഒരു തിരിച്ചുവരവ് നടത്തണമെങ്കിൽ ഹി ഹാസ് ടു ഗോ ബാക്ക് ടു ദി ഓൾഡ് ഗ്രൗണ്ടഡ് ലവ് സ്റ്റോറീസ്. ഇപ്പം ഞാൻ കേട്ട ന്യൂസ് ശരിയാണെങ്കിൽ നമ്മുടെ സപ്തസാഗര ദാച്ചി എന്ന് പറഞ്ഞ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, സൈഡ് എ ആൻഡ് സൈഡ് ബി എന്ന് പറഞ്ഞ. ഈസിലി വൺ ഓഫ് ദ ബെസ്റ്റ് ലവ് സ്റ്റോറീസ് ഇൻ ദ ലാസ്റ്റ് couple of years. സപ്തസാഗര ദാച്ചയല്ലോ അങ്ങനെ എന്തോന്ന് വരും. അതൊരു കന്നഡ മൂവിയാണ്. അത് ലൈക്ക് ഇറ്റ്സ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ്, വെരി ഡീപ്പ്, വെരി ഗ്രൗണ്ടഡ് മൂവി. അത് ഭയങ്കര രസമാണ് സിനിമ. എന്തോ ഒരു പ്രത്യേക ഒരു ലൈക്ക് ഒരു ബ്യൂട്ടി ഉണ്ട്. സൈഡ് എ സൈഡ് ബി എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്ത്. സൈഡ് ബി സൈഡ് എയിൽ നിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ്. ഇറ്റ്സ് വെരി പെയിൻഫുൾ ഓൾസോ ഇൻ എ വേ. അപ്പം ആ സിനിമയ്ക്കകത്ത് അഭിനയിച്ച ആളാണ് അതിൻ്റെ അകത്തെ ആക്ട്രസിന്റെ പേര് രുക്മിണി വസന്ത് എന്നാണ്. അപ്പൊ രുക്മിണി വസന്തും സിംബുവിനെയും വെച്ചിപ്പോ ഒരു സിനിമ വരുന്നുണ്ട് എന്നൊരു ന്യൂസ് ഉണ്ട്. മണിരത്നം ഡയറക്ട് ചെയ്ത്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ലവ് സ്റ്റോറി ഓൾസോ. സോ അത് നല്ലതാണെങ്കിൽ മേ ബി ഹീസ് എ ഗുഡ് പെർഫോമർ, ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് ഹീസ് നോട്ട് ലക്കി ഇനഫ് ടു ബി ഇൻ എ ഗുഡ് ഫിലിം. ഇപ്പൊ മാനാടായിരുന്നു പുള്ളിക്ക് എല്ലാം കൊണ്ടും ഒത്തു വന്ന പെർഫെക്റ്റ് പടം. അതായത് പുള്ളിക്ക് ഫാൻസിനും എൻജോയ് ചെയ്തു, ഫാമിലിക്കും എൻജോയ് ചെയ്തു, ലൈക്ക് നോർമൽ ഓഡിയൻസിനെല്ലാം എൻജോയ് ചെയ്തു. കാരണം അവിടെ സിംബുവിനെ ഒന്നും നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ലൈക്ക് സ്റ്റോറി, പിന്നെ മാക്സിമം SJ സൂര്യയുടെ പെർഫോമൻസ് അത്ര ഉണ്ടായിരുന്നുള്ളൂ. സോ ഇനി മുമ്പോട്ട് പുള്ളിയുടെ വരാനിരിക്കുന്ന പടങ്ങളുടെ ലൈനപ്പ് വെച്ച് നോക്കിയാലും ഹീസ് വർക്കിംഗ് വിത്ത് ദ മോസ്റ്റ് കറന്റ്ലി ദ മോസ്റ്റ് അപ്കമിങ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡയറക്ടർ. ഇപ്പം ഡ്രാഗന്റെ ഡയറക്ടറും സിംബുവും കൂടെ ഒരു സിനിമ അത് അനൗൺസ് ചെയ്തു. പാർക്കിങ്ങിന്റെ ഡയറക്ടറും സിംബുവും കൂടെ ഒരു പടം. പിന്നെ കണ്ണും കണ്ണും കൊള്ളയെടുത്താലിന്റെ ഡയറക്ടറും സിംബുവും കൂടെ ഒരു പടം. അപ്പൊ ഇത്രയും ലൈനപ്പ് ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി, അതായത് പുള്ളിക്ക് ലൈനപ്പ് ഉണ്ടെങ്കിലും ഈ സിനിമകളൊക്കെ എന്തുകൊണ്ടാണ് വർക്കാവാത്തതെന്നുള്ളത് ഐ ഡോണ്ട് ലൈക്ക് വർക്കാവാത്തല്ല, സ്റ്റാർട്ട് പോലും ചെയ്യാത്തത് എന്താണെന്നുകൊണ്ട് നമുക്കറിയത്തില്ല. ഇപ്പം ഇന്നലെ ഒരു ന്യൂസ് കേട്ടു, വെട്രിമാറിനും സിംബുവും കൂടെ ഒരു സിനിമ. അപ്പം വാടിവാസൽ ചെയ്യുന്നതിന് മുന്നേ ആ സിനിമയായിരിക്കും ചിലപ്പോൾ വരുന്നതെന്ന് പറയുന്നു. ഡ്രോപ്പ് ആയെന്ന് പറയുന്നുണ്ട്. ഇപ്പം കലൈപ്പുലിയസ്ഥാനും ഇന്നലെ പറഞ്ഞ ഇന്റർവ്യൂവിന്റെ അകത്ത് പറഞ്ഞ ആനിമട്രോണിക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെന്ന് പറയുന്നുണ്ട്. സോ വി ഡോണ്ട് നോ. ഇപ്പം സിംബുവിനെ ഇപ്പം അഗൈൻ പൊന്നിയിൻ സെൽവന്റെ അകത്ത് സിംബു ഒരു റോള് ചെയ്യാനിരുന്നു. അതായത് കാർത്തിയുടെ റോള് സിംബു ചെയ്യാനിരുന്നാന്ന് ഞാൻ കേട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു സിംബു ആ പ്രോജക്റ്റിലോട്ട് വരുവാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അതിൽ നിന്ന് പോകുമെന്നുള്ള സംതിങ്, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതാ പുള്ളിയുടെ കൂടെ, അതായത് അഗൈൻ ദ പ്രോബ്ലം ഇസ് മേ ബി ഇറ്റ് മൈറ്റ് ബി സം ഡ്യൂ ടു സം ഈഗോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമായി. കാരണം പുള്ളിക്ക് ബാക്കിയുള്ള ആക്ടേഴ്സിനെ ഇൻസെക്യൂർ ആക്കാനുള്ള പൊട്ടൻഷ്യലുള്ള നടനാണ്. പക്ഷെ ആ പൊട്ടൻഷ്യലിനെ ടാപ്പ് ചെയ്യാൻ ഉള്ള ഒരു ഡയറക്ടറോ സിനിമയോ സന്ദർഭമോ ഇതുവരെ വന്നിട്ടില്ല. അതാണ് സത്യം. ആൻഡ് ഹോപ്പ്ഫുള്ളി ഹിസ് 40s അല്ലെങ്കിൽ പുള്ളി ചെയ്യാൻ പോകുന്ന അടുത്ത പടത്തിലൂടെ പുള്ളി തിരിച്ചു വരുമായിരിക്കും. സോ I wouldn't say that I'm a fan, but I'm an admirer. I'm a true admirer of his work. എനിക്ക് ധനുഷിനെയും പുള്ളിയും സൈഡ് ബൈ സൈഡ് ലൈക്ക് എനിക്ക് ഇഷ്ടമാണ്. രണ്ടുപേരും എനിക്ക് രണ്ട് രീതിയിൽ ഇഷ്ടമാണ്. അപ്പം
അപ്പൊ അതാണ് ദാറ്റ്സ് വാട്ട് മേക്സ് മീ. പക്ഷെ ഈ പടത്തിന്റെ അകത്ത് മണി സാർ ഡിഡ് ഹിം ഡേർട്ടി. അത് ചക്കച്ചുവന്തനത്തിന്റെ അകത്ത് മണി സാർ ഡിഡ് ഹിം ഡേർട്ടി എന്ന് എനിക്ക് പറയാനുള്ളൂ. ചക്കച്ചാന്തമാനത്തിൽ കാരണം ഇതിലും ഭേദമായിരുന്നു എന്ന് എനിക്കിപ്പോ അല്ലല്ല, തോന്നുന്നുണ്ട്. ചെക്കച്ചാന്തവാനത്തിൽ എനിക്ക് ഈ പ്രശ്നം തോന്നിയില്ല. ഇതിനകത്തിൽ എനിക്ക് തോന്നിയ പ്രശ്നം എന്താന്ന് ഞാൻ പറയാം. ഇത് ഞാൻ നേരത്തെ നമ്മുടെ ഏതോ ഒരു വീഡിയോക്കകത്തിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ജില്ല കണ്ടപ്പം വിജയ്ക്ക് എന്താണ് സംഭവിച്ചത് അതാണ് ഇതിനകത്തില് STRന് സംഭവിച്ചത്. ആ ഒരു സിംഹം പോലത്തെ ഒരു മനുഷ്യൻ അപ്പുറത്ത് നിൽക്കുമ്പം ഇതൊരു ചള്ളു ചെറുക്കനായി മാറുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. എനിക്ക് അതാണ് ഫീൽ ചെയ്തത്. ഈ എന്താണ് കമലഹാസന്റെ ക്യാരക്ടറിനെ ഞാൻ കൊന്നു, ഇനി മുതൽ കമലഹാസന്റെ ക്യാരക്ടർ ഞാനാണ്, അല്ലെങ്കിൽ എന്തായിരുന്നു ക്യാരക്ടറിന്റെ സത്യവേൽ അല്ലേ, രംഗനാഥൻ, സത്യവേൽ എന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പം ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ ഇത് എന്തുവാ എന്തുവാ ഇയാൾ കാണിക്കുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിക്കും. ഒരു സാധാരണ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കൊണ്ട് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ ഇതിൽ ഓറ ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ദിഗംബരനോട് ഇങ്ങനെ പറയായിരുന്നു, വെറും കൊച്ചു പിള്ളേരെ കൊണ്ട് അഭിനയിപ്പിച്ചിരുന്നെങ്കിൽ ഇതിൽ ഓറ ഉണ്ടായിരുന്നു. ഇനി മനുഷ്യനൊരു ഓറ ഇല്ലെന്ന് ഞാനിങ്ങനെ പറയുമായിരുന്നു. ഇറ്റ് ഡസന്റ് ഫീൽ ലൈക്ക് ഒരു സ്ക്രീൻ പ്രസൻസ് ഇല്ല. ക്യാരക്ടർ അത് ക്യാരക്ടറിന്റെ അല്ല, അത് അവനാ കയറി എന്ന് പറയുമ്പോ ഒന്നും തോന്നുന്നില്ല. അത് ക്യാരക്ടറിന്റെ അല്ല, പുള്ളിക്ക് ഒരു സ്ക്രീൻ പ്രസൻസ് ഇല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തെങ്കിലും ചെയ്താലേ നമുക്ക് അങ്ങനെ തോന്നാനൊരു എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, പുള്ളിക്കൊരു ഇപ്പം ഒന്നാമത് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ, പുള്ളി ഭയങ്കരമായിട്ട് അങ്ങ് ലീൻ ആയി പോയപ്പോഴത്തേനും പുള്ളിക്ക് ആ ഒരു സൈസ് ഇല്ലാത്തതിനും കൂടെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. വെന്തുതനത് ഞാൻ കണ്ടിട്ടില്ല. അതിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഓർക്കുന്നില്ല. ആക്ച്വലി ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഇതിനേക്കാളും കുറച്ചുകൂടെ മെലിഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ അകത്ത് 22 വയസ്സുള്ള പയ്യനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് സ്ക്രീൻ പ്രസൻസ് അല്ല, അതിന്റെ അകത്ത് നമ്മള്, അതായത് ആ പടം റൺ ചെയ്യുന്നത് തന്നെ അവന്, അതായത് അവനെ ഫോക്കസ് ചെയ്ത് ആ സിനിമ പോകുന്നത് തന്നെ. അവന്റെ അത് ക്യാരക്ടർ ഡ്രിവൺ മൂവി അത്. പക്ഷെ ഇതിന്റെ അകത്ത് ഇറ്റ്സ് അണ്ടർ റിട്ടൺ. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫെൽറ്റ്. ഞാനപ്പോ ഇങ്ങനെ ആലോചിക്കായിരുന്നു, എന്തായിരിക്കും ഈ കാരണം ഞാൻ കണ്ടിട്ടുള്ള നല്ല പടം എന്ന് പറയുന്നത് ഒന്ന് മാനാടാണ്, പിന്നെ മറ്റേതെന്ന് പറയുന്നത് വിനയ് താണ്ടി വരുവായാണ്. വിനയ് താണ്ടി വരുവായ ഐ ജസ്റ്റ് ഡോണ്ട് ലൈക്ക്. എനിക്ക് പ്രേമപടങ്ങൾ ഒന്നാമത് ഇഷ്ടമല്ല. ഐ ഡിഡ്ന്റ് ലൈക്ക് വിനയ് താണ്ടി വരുവായ. ഇറ്റ്സ് നോട്ട് മൈ കൈൻഡ് ഓഫ് ഫിലിം. ഓക്കെ, അപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഞാൻ ഇതും കൂടെ കണ്ടപ്പോ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, വൈ ഡസ് പീപ്പിൾ വൈ. പിന്നെ ശരിയാണ്, ദിഗംബരൻ പറഞ്ഞ കറക്റ്റ് ആണ്, RCB ഫാൻസ് ആണെന്ന് അതൊരു നല്ല എക്സാമ്പിൾ ആണ് ആക്ച്വലി. കാരണം ഒരു കളി പോലും ജയിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പറയുന്ന ഒരു വിഗർ, അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിനിമ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കംബാക്ക് നടത്തിയിട്ടുള്ള മനുഷ്യനായിരിക്കും യുവൻ ശങ്കർ രാജ. അല്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത്, എന്തുകൊണ്ടാണ് നിനക്ക് പുള്ളിയെ ഇഷ്ടം എന്ന്. ഇനി ഞാൻ ഒരാളെയും കൂടെ ചോദിക്കാം, ഐ നോ ദാറ്റ് യു ലൈക്ക് തൃഷ, വൈ ഡു യു ലൈക്ക് തൃഷ? അതും കൂടെ എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ ഈ വീഡിയോക്കകത്ത് എനിക്ക് ഇപ്പത്തെ പുള്ളിക്കാരിയുടെ പ്രശ്നം എന്താ അറിയോ, പുള്ളിക്കാരിയുടെ ചോയ്സ് ഓഫ് റോൾസ് ആർ ലൈക്ക് വിയർഡ് ഷിറ്റ്. ഇപ്പം അത് എന്താ എനിക്ക് അറിയൂടെ, അതൊരു റീസെന്റ് റോളുകളൊക്കെ ഇച്ചിരി ഇറിറ്റേറ്റിംഗ് റോളുകളാണ്, അത് ശരിയാണ്, സമ്മതിക്കുന്നു. അല്ല, ചക്രവാണി തൃഷ ഭയങ്കര ഇഷ്ടമാണല്ലോ ചക്രവാണിക്ക്. എന്താണ് നിന്റെ കാര്യം? എന്താണ് നിനക്ക് തൃഷയിൽ കാണുന്ന ഒരു എനിക്ക് ആക്ച്വലി പുള്ളിക്കാരി ഫസ്റ്റ് തിങ്, ലൈക്ക് എവരി മെൻ, I find her very beautiful. For someone who's 1 or 2 years elder than Abhrami, she looks beautiful. പഴയ സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഫസ്റ്റ് ഇപ്പം എന്താ പറയുന്ന ഗില്ലിക്കകത്ത് ആ ക്യാരക്ടർ ഐ ലൈക്ക് ഇറ്റ്. പിന്നെ വിനയ് താണ്ടി വരുവായ്ക്കകത്ത് ജെസ്സി ആയിട്ട് എനിക്ക് വേറെ ആരെയും അറിഞ്ഞൂടാ, എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല. 96ന്റെ അകത്ത് ചെയ്ത ക്യാരക്ടർ. അവർ ആക്ച്വലി ഒരു പ്രായമാണ് കേട്ടോ, രണ്ടുപേരും 1983 ആണ്. അപ്പം എനിക്ക് പുള്ളിക്കാരുടെ ഒരു സട്ടിൽ അഭിനയവും കാര്യങ്ങളും ഒക്കെ എനിക്ക് പണ്ട് തൊട്ടേ എനിക്കിഷ്ടം. അത് ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര അസാധ്യ നടിയാണെന്നൊന്നും എനിക്ക് പറയാൻ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് അവരുടെ ജനറേഷനിൽ ഭയങ്കര കിടലായിട്ട് അഭിനയിക്കുന്ന
ഒരു നടി എന്ന് പറയാൻ എനിക്ക് ആരും തന്നെ തോന്നിയിട്ടില്ല, ടു ബി വെരി ഓണസ്റ്റ്. നയൻതാര എനിക്ക് ഒട്ടുമേ തോന്നിയിട്ടില്ല. നയൻതാര ഇസ് ഈസിലി വൺ ഓഫ് ദ മോസ്റ്റ് ഓവർ റേറ്റഡ് ആക്ട്രസ് ഓഫ് ഹെർ ടൈം. Totally agree with ആ this. യാ Totally. പുള്ളിക്കാരി, ഐ ഡോണ്ട് നോ, ലൈക്ക് ഐ ഡോണ്ട് ഫൈൻഡ് ഹർ ദാറ്റ് ഭയങ്കര സംഭവമായിട്ട് തോന്നാറില്ല. മേ ബി അവരുടെ മലയാളി ജനറേഷനിൽ എന്നുള്ള പെടുത്ത നിലയ്ക്ക് നീ അത് പറയരുത്. ഋഷ മലയാളിയാണെന്ന് അല്ലെങ്കിൽ അല്ലേ? തൃശ മലയാ പകുതി ഹാഫ് മലയാളിയാണ്. മലയാളി. പകുതി. പക്ഷെ ഐ ടെൽ യു വൺ തിങ്, ഞാൻ തൃഷയുടെ ഫാൻ ആയിരിക്കും. പക്ഷെ തൃഷയും നയൻതാരേക്കാളും ഒക്കെ ഒരുപാട് നല്ലതായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നത്, ഏറ്റവും കൂടുതൽ ഹിറ്റ് ഉണ്ടായിരുന്നത് അസിനായിരുന്നു. ആ, അസിൻ വാസ് എ ഗുഡ് ആക്ടർ, പക്ഷെ നോട്ട് റിയലി വേഴ്സറ്റൈൽ ഓർ ഇങ്ങനെ ഭയങ്കര സംഭവം റോളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നമ്മള് ഈ തൃശയും നയൻതാര പ്രിയാമണിയൊക്കെ ഒരേ സമയത്തുള്ള ആക്ടറായിട്ട് നോക്കിയാൽ പ്രിയാമണിയുടെ അറ്റത്ത് പോലും ഇവരാരും വരത്തില്ല. ശരിയാ. കാരണം പ്രിയാമണി ഇസ് ടു ഗുഡ്. അത് പരുത്തിവീരം കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അഞ്ജലി ഈസ് ആൻ ആക്ടർ, ലൈക്ക് എ വെരി വെരി അണ്ടർ റേറ്റഡ് ആക്ടർ ഇപ്പോഴും. അഞ്ജലി ഇവരുടെ ജനറേഷനിലുള്ളതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ ഡോണ്ട് നോ. അല്ല, ഇത് കഴിഞ്ഞിട്ട് വന്നായിരിക്കും. പക്ഷെ ഷീ ഈസ് ഓൾസോ ഫാന്റാസ്റ്റിക്. പക്ഷെ ഈ പറയുന്ന പോലെ നമ്മുടെ ജ്യോതിക, സിമ്രാൻ എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ സിമ്രാനെ എന്തുകൊണ്ടാണ് ഇഷ്ടമെന്ന് മിക്കവരോടും ചോദിച്ചാൽ കുറെ പേര് പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് ഡാൻസാ. അല്ലെ, പുള്ളിക്കാരിയുടെ അഭിനയം പുള്ളിക്കാരിയുടെ പല പടത്തിലും ഒരേപോലെ. സിമ്രാന്റെ ജ്യോതികയുടെയും ഏകദേശം ഒരേപോലെ തന്നെ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മളൊരു ഒരു പടം പടത്തിലൊഴിച്ച് ചന്ദ്രമുഖിയിൽ. അല്ല, ജ്യോതികയുടെ ഐ മീൻ, ടു ബി വെരി ഓണസ്റ്റ്, ജ്യോതികയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ലൈക്ക് ഇറ്റ് വാസ് ഷീ വാസ് മൈ ചൈൽഡ്ഹുഡ് ക്രഷ്. ജ്യോതിക വാസ് മൈ ചൈൽഡ്ഹുഡ് ക്രഷ്. എനിക്ക് ഞാൻ ഖുഷി കണ്ടിട്ട് ഞാൻ ഭയങ്കര ഫാനായിരുന്നു. അപ്പം പക്ഷെ എനിക്ക് പുള്ളിക്കാരിയുടെ ഒരു ജെനുവിൻ അഭിനയം അല്ലെങ്കിൽ നല്ലൊരു പടം എനിക്ക് തോന്നിയ ഒരേ ഒരു സിനിമയുള്ളൂ, ദാറ്റ് ഇസ് മൊഴി. അത് പൃഥ്വിരാജിന്റെ കരിയറിലെയും ജ്യോതികയുടെ കരിയറിലെയും തന്നെ ഏറ്റവും നല്ല പടങ്ങളൊന്നാണ്. അപ്പം എപ്പോ വേണേലും നമുക്ക് കാണാവുന്ന ഒരു പടമാണ്. അപ്പൊ ഈ പറയുന്ന ഈ സോക്കോൾഡ് ഈ ആക്ട്രസസുകളുടെ എല്ലാവരുടെയും ഇവരാരും അത്ര വേഴ്സറ്റൈലോ ഭയങ്കര സംഭവം നടിമാരൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഇവരെല്ലാം കുറെ പേരൊക്കെ നമുക്ക് കാണാനുള്ള രസം, അവരെ കണ്ടിരിക്കുന്നു, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പം സമാന്ത ഭയങ്കര അസാധ്യ നടിയാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഐ ഡോണ്ട് നോ, ഐ ഹാവ് ലൈക്ക് എ ഹ്യൂജ് ക്രഷ് ഓൺ ഹർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലായിരുന്നു. ഇപ്പൊ അല്ലാതെ ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു അഭിനയോ സിനിമയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം കീർത്തി സുരേഷ് മഹാനടിക്ക് ശേഷം ഭയങ്കര സംഭവം ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനുശേഷം പുള്ളിക്കാരുടെ സ്റ്റാൻഡേർഡ് ഭയങ്കര താഴോട്ട് പോയ പോലെ തോന്നി. ഇപ്പം ഞാൻ പറയാം, ശരിക്കും പറഞ്ഞാൽ അബുരാമി ഈസ് ലൈക്ക് ഫാർ സുപ്പീരിയർ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആക്ടർ വൈസ്. അത് വിരുമാണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് വിരുമാണ്ടി ഒറ്റപ്പടം മതി പുള്ളിക്കാരിയുടെ ലെവൽ. കാരണം പുള്ളിക്കാരിക്ക് അന്ന് 19 വയസ്സേ ഉള്ളൂ. പുള്ളിക്കാരി വേറെ സ്ലാങ്, അതായത് വേറെ ആക്സെന്റ് സംസാരിച്ച, മധുര ആക്സെന്റിൽ സംസാരിച്ചു, ലൈക്ക് ഫാർ സുപ്പീരിയർ. അപ്പം പക്ഷേ ഇഷ്ടപ്പെടുന്നതും എന്ന് പറയുന്നത് ഇസ് ലൈക്ക് it's because of the characters that she did it in the past, not because of the characters that she's doing right now. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഈ പറയുന്ന വിടാമുയർച്ചയ്ക്കകത്ത ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഗുഡ് ബാഡ് അഗ്ലിക്കകത്തതും കൊള്ളത്തില്ല. ഈ പറയുന്ന ഷുഗർ ബേബിയും ഇന്ദ്രാണിയും കൊള്ളത്തില്ല. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിക്കാൻ വരും. ദാറ്റ് വാസ് മൈ നെക്സ്റ്റ് വളരെ മോശമായിരുന്നു, വളരെ. കാരണം ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് തോന്നി എന്താന്ന് വെച്ചാല് ആ ക്യാരക്ടർ വേണ്ടായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഒരു ക്യാരക്ടർ എഴുതുമ്പം, അതായത് ഈ മണിരത്നത്തിന്റെ സിനിമയിൽ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ കുറെ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. അത് കാണിക്കുമ്പം അതിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന രീതിയിൽ അതിനൊരു ഇമോഷണൽ എന്തെങ്കിലും ഒരു ഫാക്ടർ, ഹുക്ക് ചെയ്യുന്നൊരു ഫാക്ടർ കൊണ്ടുവന്നില്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സിനോട് നമുക്ക് ഇഷ്ടമേ തോന്നത്തില്ല, ഒന്നും തോന്നത്തില്ല. ഇതിൻ്റെ അകത്ത് അത് കൊണ്ടുവന്നിട്ടേ ഇല്ല. ഇപ്പം ഇതിനു മുന്നേ അതിഥി റാവ് ഹൈദാരിയുടെ ക്യാരക്ടറും അരവിന്ദ് സ്വാമിയും തമ്മിലുള്ളതും ഐ ഡോണ്ട് ഫീൽ എനിത്തിങ് അബൌട്ട് ഇറ്റ്. പക്ഷെ നേരെ മറിച്ച് ഇരുവറിൻ്റെ അകത്ത് പ്രകാശ് രാജും തബുവും തമ്മിലുള്ളത് ആകെ കുറച്ച് സീനേ ഉള്ളൂ. പക്ഷെ യു ഫീൽ എ സർട്ടൻ സോർട്ട് ഓഫ്
ഇന്റൻസിറ്റി ടു ദാറ്റ്. അതായത് പുള്ളിക്കാരൻ ട്രെയിനിന്റെ ഫ്രണ്ടില് കിടന്നിട്ട് ഇവര് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് പുള്ളിക്കാരനെ രക്ഷിക്കുന്നത്. എന്നിട്ട് പുള്ളിക്കാരനെ ഒരു കത്തയച്ച് ഇവരെ കണ്ടുപിടിച്ച് ഇവരെ വീട്ടിൽ കൊണ്ടുവന്ന് പുള്ളിക്കാരന്റെ കവിത പറഞ്ഞെല്ലാം അങ്ങനത്തെ കുറെ സാധനം അടിച്ച് പുള്ളിക്കാരെ വീഴ്ത്തുന്നതും കുറച്ച് സീൻസേ ഉള്ളൂ. പക്ഷെ ആ സീനിന്റെ അകത്ത് പോലും somehow there is a depth and weightage to the character. ഇവിടെയുണ്ട്. ഇതിപ്പം മണിരത്നത്തിന്റെ ഈയിടെ വന്ന സിനിമകളിൽ ഒന്നിന്റെ അകത്ത്, അതായത് ഐശ്വര്യ റായിയുടെ പൊന്നിയിൻ സെൽവന്റെ അകത്ത് ക്യാരക്ടർ ഒഴിച്ചാൽ വേറെ ഒരു ക്യാരക്ടേഴ്സിനും ലൈക്ക് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പണ്ട് പുള്ളി ചെയ്തിരുന്ന ഒരു ജസ്റ്റിസും അത് ചെയ്തിട്ടില്ല. മണിരത്നത്തിന്റെ ക്യാരക്ടർ അല്ലല്ലോ, അല്ല, ഐശ്വര്യ മണിരത്നത്തിന്റെ റായുടെ ക്യാരക്ടർ ഐശ്വര്യ റായിയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ. പക്ഷെ ഇപ്പം ആ സിനിമയ്ക്കകത്ത് അത്രയും സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും ഈ ആ പറയുന്ന കുന്തവയാണെങ്കിലും വണ്ണിന്റെ അകത്ത് എനിക്ക് കുന്തവയെ ഇഷ്ടപ്പെട്ടെങ്കിലും ടൂവിന്റെ അകത്ത് ഞാൻ മൈൻഡ് പോലും ചെയ്തില്ല. ലൈക്ക് ഫോർ മീ അതിന്റെ അകത്ത് ഐശ്വര്യയും വിക്രവും കൂടെ വന്നപ്പോൾ പിന്നെ അവരങ്ങ് കൊണ്ടുപോയി. ലൈക്ക് ഇറ്റ് വാസ് ഓൾ അബൌട്ട് ദം. നേരെ മറിച്ച് ഈ ഇപ്പം ഇതിന്റെ അകത്ത് നമ്മൾ നോക്കിയാൽ ചക്കച്ചുവന്താനത്തിന്റെ അകത്ത് നോക്കിയാൽ ആകെ കുറച്ചെങ്കിലും ചെയ്യാനുള്ളത് ജയസുധയുടെ ക്യാരക്ടറിനും ജ്യോതികയുടെ ക്യാരക്ടറിനും. ബാക്കി സിംബുവിന്റെ ഗേൾഫ്രണ്ട് ആ പുള്ളിക്കാരിക്കൊന്നും ഇല്ല ചെയ്യാൻ. അരുൺ വിജയുടെ ഭാര്യ ഐശ്വര്യ രാജേഷ് അഭിനയിച്ചു. ഐശ്വര്യ രാജേഷ് ഇസ് എ ഗുഡ് ആക്ടർ. ഷീസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഷി വാസ് അണ്ടർ യൂട്ടിലൈസ്ഡ്. സോ ഐ ബി വെരി ഓണസ്റ്റ്, എവറിത്തിങ് ടിൽ കാട്ടർവെളിയുടെ ആ കാട്ടർവെളിയുടെ വരെയുള്ള എല്ലാ സിനിമയ്ക്കകത്തും പുള്ളിയുടെ സ്ത്രീ കഥാപാത്രങ്ങൾ, അതായത് മണിരത്നം എഴുതിയ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഐ റിയലി അഡ്മയർ ഇറ്റ്. അത് ചെറുതായിട്ട് വന്ന് ഒരു 2-3 ഇപ്പം ഓക്കെ കൺമണി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ആ സിനിമയ്ക്കകത്ത് പ്രകാശ് രാജിന്റെ വൈഫായിട്ട് വരുന്നുണ്ട് ലീല സാംസൺ. ഞാൻ ആക്ച്വലി എന്റെ ഹിന്ദി വെർഷൻ ആദ്യം കണ്ടത്. ഓക്കെ ജാനു ആണ് ആദ്യം കണ്ടത്. മറ്റേത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഹിന്ദി സാധാരണ നമ്മൾ ആദ്യം കാണുന്ന പടത്തിനോടായിരിക്കുമല്ലോ നമുക്കൊരു താല്പര്യം. പക്ഷെ ഇത് എനിക്ക് തമിഴ് തന്നെ ഇഷ്ടപ്പെട്ടത്. കാരണം മികച്ച അഭിനയമായിരുന്നു മറ്റേത്. അതുകൊണ്ട് അപ്പം അതിന്റെ അകത്താണെങ്കിൽ ആ ലീല സാംസൺ ചെയ്ത ക്യാരക്ടർ ലൈക്ക് ഒരുപാട് ഇപ്പം ആയുധെഴുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആയുധെഴുത്തിന്റെ അകത്ത് മീര ജാസ്മിൻ ചെയ്ത ക്യാരക്ടർ എന്തൊക്കെയായിരുന്നു അതിന്റെ അകത്തും പറയുന്ന അതിന്റെ അകത്ത് ട്രിഷ ചെയ്ത ക്യാരക്ടർ ഐ ലൈക്ക് ബിക്കോസ് അത് ആ ഒരു ലൈക്ക് അന്നത്തെ ഒരു ടീനേജ് മോഡേൺ ഗേൾ എങ്ങനെയാണോ അതിന് വേണ്ടിയ ക്യാരക്ടർ പുള്ളിക്കാരി ഫിറ്റായി. അത് സിദ്ധാർത്ഥം ട്രിഷയും അതിന് വേണ്ടിയത് പുള്ളിക്കാരി ചെയ്തു. ആൻഡ് ദാറ്റ് ഇസ് ഗുഡ്. നേരെ മറിച്ച് അപ്പുറത്ത് സൂര്യയും ഇഷാഡിയോളും തമ്മിലുള്ള, ഇഷാഡിയോള് ഹിന്ദിന്ന് വന്ന നടിയാ പുള്ളിക്കാരി. ബേസിക്കലി തമിഴാണ്, മദർ സൈഡിൽ നോക്കിയ പുള്ളിക്കാരി തമിഴാണ്. പക്ഷെ പുള്ളിക്കാരി ആ അഭിനയിച്ച ആ കുറച്ചു നേരമാണെങ്കിലും ഇറ്റ് വാസ് നൈസ്. സോ തൃഷയെ നമ്മൾ ഹേറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമില്ല. പക്ഷെ പുള്ളിക്കാരുടെ ചോയ്സസിനെ ഹേറ്റ് ചെയ്യാം. വി ക്യാൻ ഹേറ്റ് ഹർ ചോയ്സസ്. ഭയങ്കര പുള്ളിക്കാരുടെ ചോയ്സസ് മാത്രമല്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചക്രപാണിയെ കൊണ്ട് സംസാരിപ്പിച്ചത് തൃശ്ശയെ കുറിച്ച്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നമ്മൾ ഹേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും. കാരണം 3 എപ്പിസോഡ് I really hate her choices. I don't really respect it because എല്ലാം ഒരു എന്താ പറയുന്നത്, അതായത് എന്ത് റോളും ആയിക്കോട്ടെ, ഇപ്പം മണിരത്നത്തിന്റെ ചിന്ന വീട് റോൾ ആയിക്കോട്ടെ, പക്ഷെ ആ റോളിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ലൈക്ക് വാട്ട് ഇസ് യുവർ പേർപ്പസ് ഇൻ ദാറ്റ് ഫിലിം? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. 96ന്റെ അകത്ത് ജാനു ഹാസ് എ പേർപ്പസ്. അതിനകത്തൊരു പ്ലറ്റോണിക് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് വിജയ് സേതു. അത് കാണാൻ അത് രസമുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കാൻ. ഷീ ഹാഡ് സംതിങ് ടു ഡു വിത്ത് ഇറ്റ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. ഇതിനകത്ത് പുള്ളിക്കാരി ഇല്ലെങ്കിലും ഒരു ബ്രോത്തൽ ഹൗസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ന്യൂവാൻസസ് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നും തോന്നിയില്ല. കാരണം ഇതിനകത്ത് അവോയ്ഡ് ചെയ്ത്, ഇതിനകത്ത് കുറെ സീനുകളൊക്കെ അവോയ്ഡ് ചെയ്യും. അതായത് ഈ കമൽഹാസൻ ജയിലിൽ പോകുമ്പോൾ ഒരു പാട്ട് സീനൊക്കെ വന്നിട്ട് സിംബു ഡോൺ ആണെന്നൊക്കെ കാണിക്കുന്നൊക്കെ ഉണ്ട്. അത് കട്ട് ചെയ്യും. ഷുഗർ ബേബിയുടെ ഷുഗർ ബേബിയുടെ സീൻ അതൊക്കെ കട്ട് ചെയ്യാം. കുറച്ചുകൂടെ ഇപ്പൊ കമൽഹാസനും ട്രിഷയും ആ വീട്ടിന്റെ അകത്ത്, അതായത് ട്രിഷ കമൽഹാസനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നെന്ന് പറയുന്നില്ലേ, ആ സീനൊക്കെ വരുമ്പോഴത്തേക്കും അവര് തമ്മിലുള്ള ഇന്ററാക്ഷനും അവര് തമ്മിലുള്ള ബന്ധം എങ്ങനെ ഗ്രോ ചെയ്തെന്നുള്ളത് അവരിലൂടെ തന്നെ കൊണ്ടുവരായിരുന്നു. അതിന് പാരലൽ ആയിട്ട് തന്നെ അഭിരാമിയും കമൽഹാസനും തമ്മിലുള്ള ഇക്വേഷനും കാണിക്കണമായിരുന്നു. അപ്പൊ അവിടെ അതിനൊരു പേർപ്പസ് കാണും.
ഇത് ഇല്ല. ഇപ്പം മറ്റേ സിനിമയ്ക്കകത്ത് അരവിന്ദ് സ്വാമിക്ക് എന്താ വേണ്ടിയെന്നുള്ളത് അദിതി റാവു ഹൈദാരിക്ക് അറിയാം. അപ്പൊ അതിന്റെ അകത്ത് അരവിന്ദ് സ്വാമി പറയുന്ന കാര്യമുണ്ട്. ഞാൻ ഇവിടെ വരുന്നതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ വെൻ ഐ കം ഹിയർ ഐ ഫീൽ ലൈക്ക് എ കിങ്. വെൻ ഐ ഗോ ദർ ഐ എം ജസ്റ്റ് അനദർ ഹെൻച്ച്മെൻ. എന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വെറും ഹെൻച്ച്മെനും, നിന്റെ അടുത്ത് വരുമ്പോൾ ഐ ഫീൽ ലൈക്ക് എ കിങ് എന്നുള്ളത്. അപ്പം കമലഹാസന് വേണമെങ്കിൽ ഏറ്റവും വൾണറബിൾ ആവുന്നത് ട്രിഷയുടെ ഫ്രണ്ടിലാണെന്നുള്ള രീതിയിലുള്ള ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു അതും സീനോ കൂടെ എന്തെങ്കിലും എസ്റ്റാബ്ലിഷ് കൊണ്ടുവരണം. ചെയ്ത് കഴിഞ്ഞാൽ ആ പടം ഈ പടം തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലാതാവും. ഞാന് കാരണം എന്നാലും അതിന് ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് അങ്ങനെ അല്ല അത് വരത്തുള്ളൂ. അതാണ് ഞാൻ അത് പറയാൻ ശരിയല്ല, ശ്രമിച്ചത്. ഞാൻ യോജിക്കുന്നു. ആ ക്യാരക്ടറിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊണ്ടുവരണമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ യോജിക്കുന്നു. പക്ഷെ ഈ പടം എടുക്കണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോ നല്ല ഡൗട്ട് ഉണ്ട്. കാരണം അല്ലെ? മറ്റേ പടം നല്ല പടം. എനിക്ക് ആക്ച്വലി ചെക്കച്ചേന്തവാൻ എനിക്ക് ഇഷ്ടമാണ്. അത് ഇഷ്ടപ്പെട്ടു. എനിക്കത് നല്ല പടമാണ്. ഇനി അതിന് അതും മിക്സ്ഡ് ആയിരുന്നു എന്റെ റിവ്യൂ, ബട്ട് ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ബാഡ് ഫിലിം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ആ പടം ഉള്ളപ്പോ ഈ പടം എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ ചോദിക്കുന്നത്. ഇതും അതും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളതെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ചില ഇതിന്റെ അകത്ത് ക്യാരക്ടേഴ്സിന്റെ റോൾസ് സ്വിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ മൊത്തത്തിൽ ഏകദേശം ഒരു പടം തന്നെ. പിന്നെ കമൽഹാസന്റെ ഇത് ക്യാരക്ടറിന് യമൻ ഫ്രണ്ട് ആണെന്നുള്ള ഒരു വ്യത്യാസമേ ആ ഉള്ളൂ. അല്ലെ, ഇതിന്റെ അകത്ത് ഇവര് അതാ പറയുന്നത്, കുറെ ഐഡിയാസ് ഉണ്ടായിരുന്നു. ആ ഐഡിയ ഒന്നും ഡെവലപ്പ് ചെയ്യാതെ പകുതി ഹാഫ് ബേക്ഡ് ആയിട്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഓഡിയൻസ് മണ്ടന്മാരാണെന്നുള്ള രീതിയിൽ അവരതിനെ ട്രീറ്റ് ചെയ്തു. ഇപ്പം കമൽഹാസൻ ഡെത്തിനെ ഒരുപാട് വട്ടം മീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഉം. ആ ആ ഒരു ഫാക്ടർ, അതായത് ആ ഒരു കോൺസെപ്റ്റിനെ ഇവർക്ക് ഫോക്കസ് ചെയ്യായിരുന്നു കുറച്ചുകൂടെ. ഉം. ഈ സിംബുവും ഐശ്വര്യ ലക്ഷ്മിയും തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ കുറച്ചുകൂടെ നേരം കൊണ്ടുവരുന്നത്. ഇത് ഐശ്വര്യ ലക്ഷ്മിയെ കൊണ്ടിരുന്നത് തന്നെ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ. ആ, അപ്പൊ ആ അതെ ആ അതെ. ട്വിസ്റ്റിന് വേണ്ടി ഒരാളെ കൊണ്ടുവന്ന പോലെ എനിക്ക് തോന്നിയത്. അല്ല, ഞാൻ ആക്ച്വലി എടാ ഇതിന്റെ നീ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, നമ്മുടെ പേര് എഴുതി കാണിക്കുമ്പോഴത്തേനും കമലഹാസൻ ആ STR ഒക്കെ കഴിയുമ്പോ ആദ്യം വരുന്ന തൃഷ കഴിഞ്ഞിട്ട് വരുന്ന പേര് ഈ ഐശ്വര്യ ലക്ഷ്മി. ഐശ്വര്യലക്ഷ്മിയുടെ പേര്. അത് കഴിഞ്ഞിട്ടാണ് അഭിരാമിയും നാസറും ജോജും ഒക്കെ വരുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ഐശ്വര്യലക്ഷ്മിയോ, ഞാൻ ഉദ്ദേശിക്കുന്ന ഐശ്വര്യലക്ഷ്മി തന്നെയല്ലേ, ഇനി വേറെ വല്ല ഐശ്വര്യലക്ഷ്മി ഉണ്ടോന്ന് ഞാൻ ഓർത്തു ഫസ്റ്റ് ഹാഫ് വരെ. കാരണം അതിനകത്ത് ഐശ്വര്യലക്ഷ്മി ഫസ്റ്റ് ഹാഫ് വരെ ഇല്ല. പിന്നെ ഇവളെ എന്തിനാണ് ആദ്യം കൊണ്ടിട്ടതെന്ന് ഞാൻ അന്നേരം ഓർത്തു. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ ഗസ് ചെയ്താവും. ഇനിയിപ്പം സെക്കൻഡ് ഹാഫില് ഇത്രയും നേരം വന്നില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും റോൾ എന്ന് ഞാൻ സ്വാഭാവികമായിട്ടും. അല്ല, ശരിക്കും രണ്ട് രീതിയിൽ ഈ ജേർണിയെ നമുക്ക് എടുക്കുകയും ചെയ്യായിരുന്നു. കാരണം എന്താ പറയുക, കമൽഹാസൻ അമരനെ എടുത്തു വളർത്തുമ്പോൾ അപ്പുറത്ത് സാമുവൽ റായപ്പൻ, അതായത് സാമുവൽ റായപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ബാബുരാജിന്റെ ക്യാരക്ടർ. ബാബുരാജ് ഐശ്വര്യലക്ഷ്മിയുടെ ക്യാരക്ടറിനെയും എടുത്തു വളർത്തുക. അപ്പം രണ്ട് ജേർണിയിലാണ്, രണ്ട് എക്സ്ട്രീമിലുള്ള ആൾക്കാരാണ് വളർത്തുന്നത്. അവരുടെ രണ്ടുപേരുടെയും ഇക്വേഷൻ എങ്ങനെ പോകുന്നു, അതൊരു ക്യാരക്ടർ ആർക്ക് എങ്ങനെ പോകുന്നു. തഗ് ലൈഫും ചെക്കച്ചോന്താനത്തിന്റെയും കാര്യം എനിക്ക് തോന്നിയത് എന്താന്ന് പറഞ്ഞാൽ, ബോത്ത് ഹാഡ് എ പൊട്ടൻഷ്യൽ ടു ബി എ TV സീരീസ്. ഇഫ് യു വാണ്ട് ടു യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ TV സീരീസ്. പക്ഷേ ഇറ്റ് ഷുഡ് ഹാവ് എ സോളിഡ് റൈറ്റിംഗ്. കാരണം ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്താ പറഞ്ഞാൽ, ഇത്രയും അതായത് 2-3 മണിക്കൂറിന്റെ അടുത്തുണ്ട് പടം. ആ 3 മണിക്കൂറിന്റെ അകത്തുള്ള പടത്തിന്റെ അകത്ത് പറയേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞുമില്ല. സമയം കിട്ടിയില്ല എന്ന് പറയാൻ പോലും പറ്റത്തില്ല. സമയം ഉണ്ടായിരുന്നു, പക്ഷെ ആ സമയം ഇച്ചിരി സമയത്തിന്റെ അകത്ത് കൂടിപ്പോയെന്നാണ് എന്റെ അഭിപ്രായം. കുറച്ചുകൂടെ കുറച്ചിരുന്നെങ്കിൽ ആൾക്കാർ ഇത്ര വയലന്റ് ആവത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. അത് ഈ പുള്ളിയെ കൊണ്ടുപോയി നേപ്പാളിൽ കൊണ്ടുപോയി വിട്ട് കൊല്ലേണ്ട കാര്യം, ഇങ്ങനത്തെ അതിനകത്ത് ഞാനേ ഒരു സാധനം പുള്ളി ഇല്ലായിരുന്നു. മലകൾ താഴെ വീണപ്പോഴേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കട്ടെ, അമ്മേ അറ്റ്ലീസ്റ്റ് കാട്ടുവാസികൾ വന്ന് രക്ഷിക്കല്ലേ കർത്താവേ ഞാൻ ആലോചിക്കുക. എന്റെ അമ്മേ. അറ്റ്ലീസ്റ്റ് ട്രിഷ മൂപ്പന്റെ മോളായിട്ട് വന്നിരുന്നെങ്കിൽ പോലും ഇതിലും ഭേദമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അല്ല ശരിക്കും. കാരണം പുള്ളി പോയിട്ട് അത് ജോജു മറ്റേ ഡയലോഗ് അടിക്കുന്നുള്ളൂ, ഓ ദൈവം ഇപ്പൊ പെരിയ ബോധിധർമ്മനായിട്ടാൻ പോലെ ആ, ഇരിക്കാന്ന് അതെ പറഞ്ഞിട്ട് അതെ അതെ. സാധനം അടിക്കുന്നു. ആക്ച്വലി ലൈക്ക് എനിക്ക് ജോജുവിന്റെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പുള്ളി ഇച്ചിരി ഒരു ടൈഗർ അവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. നല്ലതാണ്. ആക്ച്വലി വേണമെങ്കിൽ അതൊരു ഈസ്റ്റർ എഗ് ആണെന്ന് പറയാം. കാര്യം മർമ്മയോഗിയുടെ കഥ കേട്ട് കഴിഞ്ഞാല് ഏഴാം അറിവിന്റെ കഥ പോലെയൊക്കെ ഉണ്ടല്ലോ ഒരർത്ഥത്തിൽ. മർമ്മയോഗിക്കകത്ത് അതായത് കമലഹാസനൊരു അതായത് എങ്ങനെ ഒരു സാമുറായി ജപ്പാനിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കളരിപ്പയറ്റും കാര്യങ്ങളൊക്കെ പഠിച്ച കഥയാണ് മർമ്മയോഗിക്കകത്ത് വരുന്നത്. ഏഴാം അറിവിന്റെ അത് ഇവിടെ നിന്ന് അവിടെ പോയി പഠിപ്പിച്ചു എന്നുള്ള ഒരു ചെറിയൊരു റിലേഷൻ.
പിന്നെ വേറൊരു ഞാനേ സംഭവം നമ്മൾ മനസ്സിലാക്കാത്തന്ന് പറഞ്ഞാലേ അഞ്ചാന് ട്രിബ്യൂട്ട് കൊടുത്തത് നമ്മളാരും ശ്രദ്ധിക്കാതെ പോയെന്നുള്ളതാ. അതെ അതെ തീർച്ചയായും. അല്ലേ? പക്ഷെ രാജുഭായ് പാലത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് ഇതിന്റെ അകത്ത് നാസർ വീഴുന്നുണ്ടല്ലേ. അതാ. നാസർ വെള്ളത്തിൽ വീണപ്പോൾ ഞാൻ വിചാരിച്ചു, കാര്യം നോർമലി മലയുടെ മണ്ടയിൽ വീഴുന്നതിനേക്കാളും കൂടുതൽ രക്ഷപ്പെടാൻ സാധ്യത നമ്മുടെ പടങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പാലത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് ചാടുമ്പോഴാണ്. അപ്പൊ ആ പോസിബിലിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ നാസർ ജീവനോടെ വന്നേനെ. അത് നമ്മുടെ പടങ്ങളെ മാത്രം പറയാൻ പറ്റില്ല, അങ്ങ് ഹോളിവുഡിൽ വരെ ഉണ്ട് ഈ പരിപാടി. ഇപ്പൊ ട്രാൻസ്പോർട്ടറിന്റെ അകത്ത് ജെയ്സൺ സ്റ്റാത്തം വെള്ളത്തിൽ വീഴുന്നുണ്ട്. ഇത് അങ്ങനെ അവിടെ ഷണ്ണാക്കിൽ രക്ഷപ്പെടുന്നു. വെടിവെക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അത് പുള്ളി എന്താണെന്നറിയാവോ, എനിക്ക് തോന്നുന്നു കമലഹാസൻ ഇങ്ങനെ തള്ളി വിട്ടിട്ട് പാലത്തിൽ നിന്ന് താഴെ വീണ രക്ഷപ്പെടുമല്ലോ, അപ്പൊ ഇവൻ രക്ഷപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളി തള്ളി വിട്ടിട്ട് വെടിവെച്ച് നോക്കിയതാ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നാസർ ഡെഡ് പോയി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളൊന്നും ശരിയല്ല. ഇത് എന്താ, നിങ്ങൾക്ക് ജോൺ വിക്ക് മണ്ടയ്ക്കൊന്ന് വീണ എല്ല് ഒടിഞ്ഞ് തവിട് പൊടിയായപ്പോ നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. പാവം താത്ത ചെയ്തപ്പോ നിങ്ങൾക്ക് അണ്ടോർ ചെയ്തപ്പോ നിങ്ങൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെയാണ്, എനിക്കിഷ്ടമാണല്ലോ പടം. ഞാൻ എൻജോയ് ചെയ്തല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ മനസ്സിൽ ടീസറൊക്കെ വെച്ചിട്ട് ഉണ്ടായിരുന്ന കഥ എങ്ങനെയാണെന്നറിയോ? അതായത് അത് അങ്ങനെ വരത്തില്ലെന്ന് അറിയായിരുന്നു, പക്ഷെ എന്നാലും ഇവർ ഈ നായകന്റെ ഒരു കണക്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു വിധത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചു പോയി. അതായത് നായകന്റെ അകത്ത് ശക്തിവേൽ എന്നാണ് പുള്ളിയുടെ കമലഹാസന്റെ അതായത് എന്തോ പേരൻ, ഗ്രാൻഡ് സണിന്റെ പേര്, കൊച്ചുമോന്റെ പേര്. ഞാനോടത്ത് ഇതെങ്ങാനും നായകന്റെ കൊച്ചുമോന്റെ കഥയാണെങ്കിൽ, അതായത് ജനിച്ചപ്പോഴേ തന്നെ പുള്ളി ഗൂണ്ടയാണ്, യക്കൂസയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വിചാരിച്ചു, പുള്ളിയുടെ അതായത് മുത്തശ്ശനൊരു ഗാങ്സ്റ്റർ ആയിരുന്നല്ലോ, അച്ഛൻ പോലീസുകാരൻ, നാസറാണ് അച്ഛൻ, അപ്പം അച്ഛൻ പോലീസുകാരൻ, അപ്പൊ പോലീസുകാരന്റെ മകനായിട്ട് വളരുന്ന ശക്തിവേലിന്റെ കഥ. പക്ഷെ ശക്തിവേല് മുത്തശ്ശനെ പോലെ ഒരു ഗുണ്ടയായി മാറുന്നു, അതും 30 യക്കൂസയൊക്കെ വയസ്സുള്ള ആയിട്ട് കണക്ഷൻ. ശക്തിവേലായിട്ട് നിനക്ക് തോന്നുവോ? എടാ അങ്ങനെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. അതായത് ശക്തിവേലിന്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷനിൽ അന്ന് ജനിച്ച ശക്തിവേൽ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ, പുള്ളി ഒരു ഗുണ്ടയായി മാറിയതാണെങ്കിൽ, അപ്പൊ ഒരു കേഴ്സായിട്ട് പുള്ളിനെ പിന്തുടരുകയാണെങ്കിൽ. പിന്നെ നാസർ ചേട്ടനാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ ഇനിയിപ്പോ നാസർ ചേട്ടനായിട്ട് ഓക്കെ, ഇനിയിപ്പോ ആദ്യം ഉണ്ടായത് നാസർ, രണ്ടാമതുണ്ടായത് ശക്തിവേൽ, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ എന്തൊക്കെയോ ഫാൻ തിയറികളൊക്കെ ഉണ്ടാക്കി. ഇവിടെ ഒന്നും ആയില്ല. ഈ പലരും ഞാൻ പറഞ്ഞൊരു കാര്യം, പ്രതീക്ഷിച്ചത് സത്യം പറഞ്ഞ പ്രോപ്പർ അവരെ തമ്മിലൊരു ക്ലാഷ്, ഇതിന്റെ അകത്ത് ആര് വില്ലൻ ആര് നായകൻ എന്നൊന്നും നമുക്കറിയാൻ പറ്റാത്ത ഒരു സ്പേസ് ആയിരിക്കും സിംബുവും കമലഹാസനും തമ്മിൽ. അത് ആ കുറച്ചുകൂടെയും ലൈക്ക് അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് പണം പോകും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ കമലഹാസൻ വില്ലനാവുമെന്ന് ഞാൻ ഒന്ന് പ്രതീക്ഷിച്ചായിരുന്നു. വെറും അത് തെണ്ടിയായിട്ട് ഞാൻ STR ആഗ്രഹിച്ചിരുന്നു. നായകനാവും. അത് അങ്ങനെ ഞാനും ഹോപ്പ് ആയിരുന്നെങ്കിൽ. ചെയ്തായിരുന്നു. അതെ അതെ അതെ. ഞാൻ ശരിക്കും ആഗ്രഹിച്ചായിരുന്നു. ശരിയാണ്. കാര്യം ഇതിൻ്റെ അകത്ത് അതിൻ്റെ എലമെന്റ്സ് എല്ലാം ഉണ്ട്. പുള്ളി ഒരു ഉണ്ട്. എക്സ്ട്രാ മാരിറ്റൽ അഫെയർ നടത്തുന്നുണ്ട്. സിംബുവിനെ രക്ഷപ്പെടുത്തുമ്പോൾ തന്നെ അവനെ ഷീൽഡായിട്ട് ഉപയോഗിച്ചിട്ട് Shield ആയിട്ട് പോകുന്നു. use ചെയ്തു. പല എലമെന്റുകൾ ഉണ്ടായിരുന്നു. അത് ഇവര് ഫുള്ളി ഒന്നെങ്കിൽ കമലഹാസനെ വില്ലനാക്കണം മര്യാദയ്ക്ക്, അല്ലെങ്കിൽ സിംബുവിനെ വെറും നാറിയാക്കണം. ഇത് രണ്ടും ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ എനിക്ക് പടം തോന്നുന്നു വരുന്നവനും പോകുന്നവനും എല്ലാരും വില്ലനായിരുന്നു. പക്ഷെ ആവശ്യമുള്ള വില്ലനെ അവർക്ക് കിട്ടിയതും ഇല്ലെന്നുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് വന്നത്. ആരാണ് ഇതിന്റെ അകത്ത് വില്ലൻ അല്ലാത്തത്? ഹീറോ ആരാണ് ഇതിന്റെ അകത്തില്? എനിക്ക് ആ പോലീസ് ഓഫീസർ വന്നവനാണെങ്കിലും ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇവൻ എന്തൊരു ശരിക്കും ഇതിന്റെ അകത്ത് ക്യാരക്ടർ ഇല്ലേ, ശരിക്കും സിബു ഏതാ ക്യാരക്ടർ, നായകന്റെ അകത്ത് മറ്റേ ബാബ മർഗയ എന്ന് പറയുന്ന പയ്യനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇല്ല. അതാണ് ഒരു മണിരത്നം വ്യത്യാസമില്ല. പറഞ്ഞ നായകൻ കണക്ട്. നായകൻ കണക്ട്. അതാ. പക്ഷെ അത് നല്ല മികച്ച അത് പക്ഷെ കണക്ട്. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അതിനൊരു ഡെപ്ത് കൊണ്ടിരുന്നായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ കൊണ്ടിരുന്നായിരുന്നു. അതായത് ചന്ദ്ര ആരാന്ന് കമലഹാസൻ അറിഞ്ഞിട്ടും മറച്ചു വെക്കുന്ന ലോട്ട് ഓഫ് തിങ്സ്. അല്ല, പുള്ളി അവസാനം പറയുന്നത് ചന്ദ്രനെ പുള്ളി കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. എവിടെ ചന്ദ്ര ഉള്ള കാര്യമൊക്കെ ഇവന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നെങ്കിൽ എങ്ങനെ അങ്ങനെ കൊണ്ടുവന്നേനെ? ഇരിക്കട്ടെ, പക്ഷെ കണ്ടുപിടിച്ചല്ലോ. കണ്ട, അപ്പൊ പുള്ളി അവിടെ ഒരു തൊട്ടിത്തരമാണ് കാണിക്കുന്നത്. അത് തീർച്ചയായും. ഒരു സീൻ വന്നപ്പോ ട്രിഷ പറയുന്നില്ലേ, ഞാൻ ചന്ദ്ര എന്ന് പറയുന്ന സമയത്ത് ഞാൻ അതെ ഓർത്ത്, അതെ. ഇത് ഗെയിം ഓഫ് ത്രോൺസ് പോലെ ആയി പോകുന്നുള്ള രീതിയിലായി പോയി ഞാൻ. അങ്ങനെ വെച്ചിരുന്നെങ്കിൽ മികച്ചായിരുന്നു. അതും ആക്ച്വലി മികച്ചതായിരുന്നേത്. പക്ഷെ അങ്ങനെ വെച്ചത് ആ സോളോയ്ക്കകത്ത് പണ്ട് പറ്റിപ്പോയെന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അല്ല, അങ്ങനെ വെക്കുവാണെങ്കിൽ സിംബുവിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പുള്ളി ചന്ദ്രയുടെ പറയാതെ അത് ഭീകരമായാല് അത്രയും ഇതിലോട്ട് പോയില്ലേ പുള്ളി. അതുകൊണ്ട്
ഈ പലരും പറഞ്ഞു ഇതിനകത്ത് ഈ യക്കൂസ എന്നൊക്കെ ഉള്ള ടേം ഒക്കെ യൂസ് ചെയ്തില്ല. അപ്പം ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഈ റെഡിറ്റിലൊക്കെ ഡിസ്കഷൻ അത് യക്കൂസ എന്നൊക്കെ മണിരത്നവും കമലഹാസനും അങ്ങനെ വെറുതെ വെക്കില്ല, എന്തെങ്കിലുമൊക്കെ അതെ പരിപാടി കാണും. തീർച്ചയായും. ഒരു ബന്ധവുമില്ല. ഗ്യാങ്സ്റ്റർ എന്ന് പറയാൻ വേറെ എന്തെല്ലാം വാക്കുകളുണ്ട്, യക്കൂസ ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട്. അത് പക്ഷെ നേപ്പാളിൽ പോയാണല്ലോ ഷാങ്ഷു പഠിച്ചത്. അതുകൊണ്ട് യക്കൂസ ചൈനീസ് അല്ലേ? അല്ല ചൈനീസോ ചിലപ്പോ അവിടെ ജാപ്പനീസോ കണ്ടിട്ടുണ്ട്. ജാപ്പനീസ് എന്താ മോങ്സ് കാണും, ചിലപ്പോ നമുക്ക് അറിയില്ലല്ലോ. ഓ അങ്ങനെ. എനിക്ക് പുള്ളിയുടെ ആ സാമുറായി കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടായിരുന്നു, കൊള്ളായിരുന്നു, പൊളിയായിരുന്നു. പുള്ളി റിവെഞ്ച് മോഡിൽ വന്നപ്പോ ഫുൾ ആ മോഡിൽ വരുവായിരുന്നെങ്കിൽ അല്ല നന്നായിരുന്നു. നല്ലതായിരുന്നു. എനിക്ക് തോന്നിയത് എന്താണെന്ന് പറയാം, ആദ്യമേ തന്നെ പുള്ളി ഇങ്ങനെ കാണിക്കണായിരുന്നു. അതായത് ഹൗ ലൈക്ക് പുള്ളി ഇപ്പൊ ഒരു സാമുറായി ആയിട്ട് വന്നിട്ട്, അതായത് ഫ്ലാഷ് ബാക്കിലേക്ക് സെക്കൻഡ് ഹാഫിന് തൊട്ട് മുന്നേ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ആ എന്നിട്ട് ഫ്ലാഷ് ബാക്ക് ഈ പറയുന്ന ഇവരെങ്ങനെയാണ് സ്പ്ലിറ്റ് ആയത്, ഇവന്റെ റിവെഞ്ചിന് കാരണം എന്താണെന്നൊക്കെ കാണിക്കുവാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഒരു ഡെപ്ത് മേ ബി വരുമായിരുന്നു. ഒരു നോൺ ലീനിയർ ഡയറക്ഷനിൽ വേണമെങ്കിൽ ആ പോവായിരുന്നു. പുള്ളിയുടെ അതാ നോൺ ട്രെയിനിങ്ങും ലീനിയർ ഡിറക്ഷൻ. ഇപ്പോഴത്തെ ഈ യെസ്, സാമുറായി മോഡിലോട്ട് പോകുന്നതും പിന്നെ അതിന് എങ്ങനെയാണ് അതിലോട്ട് എത്തിയെന്നൊക്കെ കാണിച്ചു പോയിരുന്നെങ്കിൽ ചിലപ്പം. കാണിക്കുന്ന യാ അത് കാരണം ഇതിപ്പം മറ്റേ പുള്ളി ഇപ്പം എന്തായാലും വിക്രമിന്റെ അകത്ത് ചെയ്യുന്ന പോലെ പുള്ളിക്ക് ഇതിന്റെ അകത്ത് ഒരു ഗോസ്റ്റ് എന്നുള്ള രീതി അവൻ തിരിച്ചു വരുന്നുണ്ട്, തിരിച്ചു വന്നു ശങ്കരായ ശക്തി വരെ തിരിച്ചു വരുന്ന ആ ഒരു സ്പേസിലോട്ട് കൊണ്ടുവന്നായിരുന്നെങ്കിൽ പോലും ആൾക്കാർക്ക് പിന്നെ അത് അപ്രിഷിയേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടായിരുന്നു. അതായത് സിംബു കുറച്ചുകൂടെ അതായത് പാനിക് ആവുന്നതും പുള്ളി തിരിച്ചു വരുവാണെന്നുള്ള രീതിയിൽ. അപ്പം അപ്പൊ എന്താന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ സൈഡിലും ഓരോരോ ന്യായങ്ങളുള്ള പോലെ നമുക്ക് തോന്നുകയും ചെയ്യും. കാരണം സിംബു ഹാഡ് എ റീസൺ. എങ്ങനെ പോയാലും ഈ ഗ്യാങ് കാരണമാണ് സിംബുവിന്റെ അപ്പം മരിച്ചത്. അത് സിംബുവിനോട് എന്താ പറയുന്നത്, പോലീസാണെന്ന് പറഞ്ഞ വെടിവെച്ചതാ സോറി എന്ന് പറഞ്ഞ അതെന്തൊരു എന്ത് പരിപാടിയത്. അതൊക്കെ ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു കഥയാണ്. ഇല്ല ഇതേ അപ്പൻ അപ്പൻ മരിച്ചതിന് മകൻ റിവെഞ്ച് എടുക്കാൻ ഗ്യാങ്ങിൽ ചേരുന്നത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വട്ടാരം എന്ന് ആ പറഞ്ഞ ആര്യയുടെ ഒരു പടമുണ്ട്, അത് കണ്ടാൽ മതി. കേട്ടിട്ടുണ്ട്. കിടിലം പടം. എന്താണ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് കാണുന്നത്. ഇത് എനിക്കറിയത്തില്ല എന്താ പറയാനായിട്ട്. ഈവൻ ഉണ്ടല്ലോ രംഗരായ ഇപ്പൊ വിക്രമിന്റെ അകത്തൊരു പ്രോപ്പർ ബിൽഡപ്പ് ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഏജന്റ് വിക്രം എന്ന് പറയുമ്പോൾ ആരാണെന്ന് പറയാനായിട്ട് ഒരു ഫഹദ് ഫാസിലും അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. ഇതിന്റെ അകത്ത് രംഗരായ ശക്തിവേൽ വലിയ ഡോണാന്ന് അവര് തന്നെയാ പറയുന്നത്. പുള്ളി എന്താ കാണിച്ചതെന്നുള്ളതൊന്നും അതിന്റെ അകത്തൊന്നും ഇല്ല. എന്തുകൊണ്ട് പുള്ളി ഡോണായി, എന്താണ് പുള്ളി ചെയ്തത്, ഒന്നുമില്ല. പുള്ളി ഇവരെന്താ തിരിച്ചു ചെയ്യുന്നത്, വരുന്നെന്ന് ബിസിനസ് പറയുമ്പോഴും എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല. അതാ എടാ ഇപ്പൊ ഒന്നുമില്ല. എന്താ പറയുന്നത്, ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഭീമ എന്ന് പറഞ്ഞ സിനിമ കാണുമ്പോൾ ഓർക്കുന്നുണ്ട്, അതിന്റെ അകത്ത് പ്രകാശ് രാജും ഇവരും തമ്മിൽ ഒരു ഒരു ഇമോഷണൽ ലോക്ക് ഉണ്ട്. ഉം. ലൈക്ക് വിക്രമിന്റെ ക്യാരക്ടർ പണ്ട് ചെറുപ്പത്തില് കണ്ട ഒരു അവരുടെ അവരുടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന ഒരു മെയിൻ ഗുണ്ടയായിരുന്നു ചിന്ന എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പൊ പുള്ളിയെ ഐഡലൈസ് ചെയ്ത് പുള്ളിയെ ഫോളോ ചെയ്ത് പുള്ളിയുടെ ലൈഫിൽ ഒരാളായിട്ട് മാറും. അവര് തമ്മിൽ ഉണ്ടാകുന്ന ക്ലാഷ് കാരണം ഇവര് സ്പ്ലിറ്റ് ആയി പോകുന്നതാ ആ സിനിമ. അത് ആ ഒരു സ്പേസിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. യാറ് ഇനി ഇത് സാമ്യവൻ ചോദിക്കായിരുന്നു. ഇതില് പുള്ളി ഈ ഇവന്റെ ഈ പടം വരുന്നതിന് മുമ്പ് എല്ലാരും സിംബു പുള്ളിയുടെ മകനായിട്ടായിരിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇതിന്റെ അകത്ത് അണ്ണന്നൊക്കെയാണ് വിളിക്കുന്നത്. അല്ല മകനാണെന്നും പറയുന്നുണ്ട് എവിടൊക്കെയോ. മകനെ പോലെ എവിടൊക്കെയോ വളർത്തിയെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു അച്ഛൻ മകൻ ബന്ധം അതും ഫീൽ ചെയ്ത് അച്ഛനാണോ അണ്ണനാണോ എന്ത് തേങ്ങയാണോ പോരാത്തൊരു തൃശ്ശയുടെ പുറകെ പോയത് എല്ലാം കൂടെ നല്ല മികച്ച. അത് തൃശ്ശ വേറൊരു പ്രശ്നമാണ്. കാര്യം ഈ ഇപ്പം പുള്ളിയുടെ വൈഫിനോടൊരു ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ഇവരെ കാണിക്കുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെ അത്ര ഉള്ള ആള് പോയിട്ട് തൃശ്ശയുടെ പുറകെ പോകുന്നോണ്ട് അത് അവരുടെ ബന്ധത്തിൽ ഒരു വാല്യൂ ഇല്ലാത്ത പോലെയാണ്. അല്ല അതായത് അതിപ്പം പുള്ളിക്കാരി മറ്റേതിനകത്തിൽ അങ്ങനെയാണ്, ചെക്കുചേന്താനത്തിനകത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. ജ്യോതികയോട് പുള്ളിക്കൊരു അല്ല ഇഷ്ടം ഉണ്ടല്ലോ. എന്നിട്ട് കോമഡി പിന്നെ പക്ഷെ എന്താണെന്നറിയോ? അതില് ബിലീവബിൾ ആയിരുന്നു, എന്തോ സംഭവം കൺവിൻസിങ് ആയിരുന്നു. ഇതില് അത് പക്ഷെ അത് അത് ഫീൽ അരവിന്ദ് ചെയ്തില്ല. സ്വാമി ആയതുകൊണ്ടായിരിക്കും. അല്ല എനിക്കറിയില്ല. ഇതിന്റെ അകത്ത് കോമഡി എന്താണെന്നറിയോ? ഇതിന്റെ അകത്ത് ശക്തിവേല് തിരിച്ചു വരുന്നില്ല എന്ന് അറിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ പാനിക് ആയതും ഓടി നടന്നതും എല്ലാം അഭിരാമിയുടെ ക്യാരക്ടറും. അഭിരാമി എന്നിട്ട് തൃഷയുടെ ക്യാരക്ടർ ഒരു മാങ്ങാണ്ടിയും ചെയ്തില്ല. സിംബു ഒന്ന് വിളിച്ചപ്പോ ആ വണ്ടിയിൽ അങ്ങ് കയറി അങ്ങ് പോയി. അത് പോട്ടെ, അല്ല എന്തേലും ആട്ടെ. അതിന് കാരണമുണ്ട്. തിരിച്ച് മറ്റേ ബ്രോത്തലിലോട്ട് പോണോ അതോ എന്റെ കൂടെ ആ വരണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ആ, അറിയാം. പാവം. അത് ശരിയാ. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞ ആ ന്യൂആൻസസ് ശ്രദ്ധിക്കണം. റീസൺ ഉണ്ട്. പക്ഷെ ഒന്നും ചെയ്യണേ, ശ്രദ്ധിക്കണം. ഭാര്യയുടെ മെമ്മറി പോയെന്ന് പറഞ്ഞിട്ട്
അളിയൻ പോയി സിംബുവിന്റെ വീടിന്റെ അപ്പുറത്തുള്ള ബാറിൽ പോയി ഇരുന്നിട്ടൊന്ന് അടിച്ചോണ്ട് തൃശ്ശോട് സംസാരിക്കുന്ന സാധനം. എന്റെ അളിയ അതാ ഞാൻ അതൊക്കെ പറഞ്ഞേ, എന്തിനാ? ഇവിടെ ഇങ്ങനെ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് പുള്ളി എന്തൊക്കെ ആ, പറഞ്ഞാലും അത് പുള്ളിക്കാരൻ എന്റെ ഭാര്യയുടെ ഓർമ്മ പോയത് അത് അവൾ എന്നെ ഡേയ് ശക്തിവേൽ എന്ന് വിളിച്ചു എന്ന് വയലിൽ നിന്നൊക്കെ പറയുന്നുണ്ട്. അത് ഓ, മതി എനിക്കെന്നൊക്കെ. അത് നമുക്ക് എനിക്ക് വയലിന് ഒരു തോന്നുന്നുണ്ട്. എനിക്ക് ഉണ്ടായിരുന്നു. ഒരു സീൻ ഇഷ്ടപ്പെട്ടു അതിന്റെ ഏത്? അകത്ത്. അതായത് തൃശ്ശയുടെ ഒരു സീൻ അടിപൊളിയായിരുന്നു. അത് ഏതാന്ന് വെച്ചാല് പാസ്പോർട്ട് കമലഹാസൻ മറന്നുപോയത്. പാസ്പോർട്ട് മറന്നുപോയത് വേറെ, അത് കൾട്ടാ. അത് വേറെ മലങ്കൾട്ട് സീനാ. അത് പറഞ്ഞ കമലഹാസൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. സിംബുവും കമൽഹാസനും ചോദിക്കുന്ന ചോദ്യം സെയിമാ. രണ്ടുപേർക്കും ഓരോ കൊടുക്കുന്ന ഉത്തരം. ഉത്തരം ഒരേ ഒന്ന്. ഉത്തരം. വര മുടിയാതെന്ന് പറയുന്നുണ്ട്. അതായത് മെന്റലി ഷീ ഗോട്ട് ഇൻ ടു എ സ്പേസ് വെയർ ഷീ ഈസ് ഫീലിംഗ് വർത്ത്ലെസ് ഓഫ് ഹെർസെൽഫ്. രണ്ടുപേരുടെ നടുക്ക് എന്നെ യൂസ് ചെയ്യുന്നുള്ള രീതിയിൽ പുള്ളിക്കാരിയുടെ മെന്റൽ സ്റ്റേറ്റ് പുള്ളിക്കാരി അതിലോട്ട് പോയി. പക്ഷെ ആ ഒരു സംഭവം ഒന്നും ഇവർ എക്സ്പ്ലോറേ ചെയ്തില്ല. അതിനൊരു വെയിറ്റ് ഫീൽ ചെയ്തില്ല. അതാണ് മൊത്തത്തിൽ വെയിറ്റ് ഫീൽ ചെയ്തു. കമലഹാസന്റെ മണ്ടയില് സീലിംഗ് ഇടിഞ്ഞു വീണപ്പം ആ ഒരു ഭാരം ഫീൽ ചെയ്തായിരുന്നു. എന്റെ പൊന്നളി, ആ മരുന്ന് കുത്തി വെച്ചിട്ട് പുള്ളി എങ്ങനെ ഇത്രയും പേരെ ഫൈറ്റ് ചെയ്തെന്നുള്ളത്. അതാണ് എടാ അത് കൊള്ളാം. ഈ 2 വെടി നെഞ്ചത്ത് കൊണ്ട് എന്തോ ഐസ് കട്ടയുടെ മുകളിൽ നിന്ന് താഴെ വീണിട്ട് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നടന്നു പോയതിൽ നിനക്ക് അത്ഭുതം അല്ല തോന്നി. അതില് പുള്ളി ലോജിക്കലായിട്ട് ഒരു കാര്യം അപ്ലൈ ചെയ്തു. ആവലാഞ്ച് ബുള്ളറ്റ് വന്നിട്ടാണ് കുറച്ചെടുത്തത്. പുള്ളിനെ താഴെ കൊണ്ടെടുത്തോണ്ട് പോയത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നിട്ട് അല്ല നമ്മൾ വിചാരിക്കും ഇയാൾ ഈ ബുള്ളറ്റും വെച്ചോണ്ട് ഈ മലയെല്ലാം കേറി ഇറങ്ങി എങ്ങനെയാണ്. ഇതിപ്പോ എടാ പറയാലോ ആവലാഞ്ചിൽ ആവലാഞ്ച് പെടുന്നതിന് മുമ്പേ ഇവൻ കുറെ നടന്നല്ലോ, അത് നീ കണ്ടില്ലേ? അത് നടന്നു. അത് പുള്ളി വയറിന്ന് ബുള്ളറ്റ് പുറത്തി അടിച്ച് എന്റെ ബോഡിയില് ഒക്കെ കാസ്ട്രൈസ് ഇല്ലോളം ചെയ്തു. വർക്കൗട്ട് ചെയ്തതിന് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ബൾഗേറിയയിൽ ഫോറസ്റ്റിൽ എക്സസൈസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നീക്ക് എന്തൊക്കെയാ പറഞ്ഞത്. പക്ഷെ AK അതില് ഡാമിന്റെ മണ്ടയിൽ താഴോട്ട് ചാടുന്നുണ്ട്. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി AK വിവേകം ഇസ് ഹെവിലി ഒക്കെ ഭയങ്കര ഡെമോക്രാറ്റിക് ആയിരുന്നു ആ പടത്തില്. മറ്റേ ബൈക്കിൽ ചെന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മറ്റേ വിശാലിന് ട്രിബ്യൂട്ട് കൊടുക്കുന്നുണ്ട്. കുമ്പിടുന്ന എല്ലാ ദൈവങ്ങളെയും കുമ്പിടുന്നുണ്ട് പുള്ളി. വിശാലിന് ട്രിബ്യൂട്ട് കൊടുക്കുന്നത്. ശരിക്കും പുള്ളിയുടെ ബൈക്കിന്റെ പുറകിൽ അക്ഷരഹാസിന് വരെ യോഗി ബാബു ഇരിക്കണമായിരുന്നു എന്നാണ് കറക്റ്റ് എക്സ്പ്രഷൻ കൊടുക്കാൻ. എന്താണേലും പറഞ്ഞു. അല്ല, ദിഗംബരന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ് കണ്ടത്. തന്നെ കണ്ടല്ലേ? നന്നായി. ഞാൻ നാട്ടിലുള്ളവരെ മുമ്പേ കാണേണ്ടതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് ശരി കേട്ടോ. എനിക്ക് അതുകൊണ്ട് ഞാൻ ഇവിടെ UK എപ്പോഴും എനിക്ക് അറിയത്തില്ലത് എന്താണെന്ന്. ഞങ്ങൾക്ക് എപ്പോഴും ഏറ്റവും അവസാനമേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ വരാറുള്ളൂ. അതുകൊണ്ട് എല്ലാ റിവ്യൂവും വന്ന് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് പടം കാണാൻ ഒക്കാറുള്ളൂ. അതുകൊണ്ട് മലയാളത്തിൽ ചെയ്ത ആര് ചെയ്യും? അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആലോചിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ഹിന്ദി ചെയ്ത ആര് ചെയ്യുന്നു ഞാൻ പറയാം. അത് റീമേക്ക് കുമാർ തന്നെ ചെയ്യും, വേറെ ആര് ചെയ്യാൻ? അപ്പൊ അജയ് ദേവ്ഗൺ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് അവിടെ ഉണ്ട്. ഓ അത് ശരിയാണ്, കറക്റ്റ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ദൃശ്യം 3 അജയ് ദേവ്ഗൺ ആണ് ആദ്യം പുറത്തേക്ക് കൊണ്ടുവരുന്നതെന്ന് കേട്ടായിരുന്നു ന്യൂസസ്. അല്ല, അതിൽ എനിക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണും സെക്കൻഡ് വണ്ണും മലയാളത്തിനോട് ട്രൂ ആയിരുന്നു. ഐ മീൻ ട്രൂ ടു ദ ഒറിജിനൽ ആയിരുന്നു. അപ്പൊ ഈ തേർഡ് വണ്ണ് ജിത്തു ജോസഫ് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഹിന്ദിക്കാർക്ക് കൊടുക്കായിരിക്കും. എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ഇത് അജയ് ദേവ്ഗൺ തന്നെ സ്ക്രിപ്റ്റ് എഴുതി ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും. ഒരു ബോല എഫക്ട് കിട്ടുമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അപ്ഗ്രഡേഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് ലൂസിഫർ. അപ്ഗ്രഡേഷൻ ഞങ്ങളുടെ ചീരുകാരന്റെ പ്രത്യേകതയാണ്. അതെ, തുടരും അപ്ഗ്രേഡ് ചെയ്യുകയായിരിക്കും. തുടരുമണ്ടി മികച്ച ഇരുകാരും ആ മറ്റേ പോലീസിന്റെ മറ്റേ ആ കൗണ്ടർ ചാടി വരുന്ന സീൻ എങ്ങനെ എടുക്കുമെന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. കസാരയിട്ട് അത് ഇരുന്നെഴുന്നേറ്റ് വരുമായിരിക്കും. അല്ലെങ്കിൽ അവിടെ ആളെ ഇടുമായിരിക്കും. ചാടി കിടക്കും. അല്ലെങ്കിൽ ജോർജ് സാറായിട്ട് ജഗ്പതി ബാബു ആയിരിക്കും. ജഗ്പതി ബാബു നമസ്കാരം പറയും. നമസ്കാരം. അയ്യോ, അത് പറഞ്ഞപ്പോഴാ. പക്ഷേ കമലഹാസൻ കാരണം ആക്ച്വലി ആദ്യത്തെ ദിവസമെങ്കിലും നാട്ടുകാർ പോയി കാണേണ്ട കർണാടക കളക്ഷൻ കുറച്ച് കുറഞ്ഞു പോയല്ലോ. കമലഹാസൻ കർണാടകയോടല്ല തമിഴ്നാടിനോടാണ് അപ്പോളജൈസ് ചെയ്യേണ്ടതെന്നാണ്. അതെന്താ അത്?
ഈ സിനിമ ഇറക്കിയതിന്. തമിഴ്നാടിനോട് മാത്രമല്ല അത് തീർച്ചയായിട്ടും കണ്ട നമ്മ എല്ലാവരോടും അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇല്ലേ, ഇവിടെ ആകെ 2 ഷോയേ ഉള്ളൂ. ഓ ആണോ? ഓഫ്. ആ, ദരിദ്രം തന്നെ ഇത്. 2 ഷോ, ഒരു ഷോ ഇന്നലെ നോക്കിയപ്പോ അവസാനം ഇപ്പൊ 1 ഷോയേ ഉള്ളൂ. ഉം. ഇവിടെയും ചിലപ്പോൾ മാറാൻ സാധ്യതകൾ ഞാൻ കാണുന്നു. ഇവിടെ അല്ലെങ്കിലും ഒരാഴ്ച കൂടുതൽ, ഒരാഴ്ച അല്ല, പോലും ഇവിടെ നിൽക്കാറില്ല, ഒരാഴ്ച 4 ദിവസമൊക്കെ കിടപ്പുണ്ട്. മാക്സിമം. ഉം. അല്ല ഇപ്പോഴും ധ്യാൻ ഇവിടുത്തെ അവസരം ശ്രീനിവാസന്റെ ഇപ്പോൾ ഉണ്ട്, തഗ്ഗാരേലും പക്ഷെ കണ്ടോ? തങ്കോ? ഇല്ല. ഓ തగ్గോ? ഇത് ഇല്ല. ശ്രീനിവാസന്റെ ഡാൻ തഗ് എന്ന് ശ്രീനിവാസന്റെ പറഞ്ഞു. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലം കാണണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്റർനാഷണലി അത് അവര് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ഇറക്കിയില്ലെന്ന് എനിക്കറിയില്ല. തോന്നുന്നു, ഇവിടെ കാരണം റിലീസായില്ലെന്ന് എനിക്ക് യുകെയിലെ തോന്നുന്നു. തിയേറ്റേഴ്സിലൊക്കെ ഞാൻ നോക്കി. ഇവിടെ എങ്ങും അത് എന്തായാലും പുള്ളി നാട്ടിൽ ഒടിയോണ്ടായി. ഇത്രയധികം ന്യൂക്കുകൾ പൊട്ടിച്ചാൽ പിന്നെ എങ്ങനെയാണ് പക്ഷെ ഇത് ഓപ്പൺ ചെയ്യുന്നത്. മറ്റേ മിന്നൽ മുരളിയുടെ തഗ്ഗുണ്ടെന്ന് തോന്നുന്നു. പ്രൊഡക്ഷൻ അല്ലായിരുന്നോ? മിന്നൽ മുരളിയുടെ പ്രൊഡക്ഷൻ ആയപ്പോ ഞാൻ സ്വാഭാവികമായിട്ട് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുന്ന ഞാൻ ഓർത്തത്. പ്രൊഡക്ഷൻ അവരാണെങ്കിലും സ്റ്റാർ ധ്യാൻ ശ്രീനിവാസനായതുകൊണ്ട് ഒന്ന് ഭയന്ന് കാണും ചിലപ്പോൾ. അല്ല, ആ പടം വേണ്ടിയ രീതിയിൽ ഹിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോ അങ്ങോട്ടുള്ള ഇത് ഇട്ടേനെ, റിലീസ് അവര് ചെയ്തേനെ, ശരി. തിയേറ്റേഴ്സ് കൂട്ടുമായിരുന്നു. പക്ഷെ അതിന് അനുസരിച്ചുള്ള ആൾക്കാരെ ഗാർണർ ചെയ്തില്ല. നരിവേട്ടയായിരുന്നു കുറച്ചുകൂടെ ആൾക്കാര് കണ്ട പടം. നല്ല പടമായിരുന്നു കേട്ടോ നരിവേട്ട. ആക്ച്വലി ആണല്ലേ? നല്ല അത് ഞാൻ പടമാണ്. കണ്ടില്ല. പക്ഷേ അത് ഞാൻ റീസെന്റ് ആരുടെയോ റീലിൽ കണ്ടതാണ്. നരിവേട്ട ആക്ച്വലി ആൾക്കാർ പറയുമ്പം എല്ലാരും ഫോട്ടോഗ്രാഫ് മറന്നു പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം രണ്ടിലും പറയുന്നത് ഇഷ്യൂ സെയിം ആണ്. മുത്തങ്ങ ആ, ഇൻസിഡന്റ്. അതാണ് ഫോട്ടോഗ്രാഫിനകത്ത്. യെസ് ഫോട്ടോഗ്രാഫർ. യെസ് യെസ്, ഫോട്ടോഗ്രാഫറിന്റെ അകത്ത്. അപ്പം അത് ഇത് കുറച്ചുകൂടി ഓക്കെ. അപ്പൊ മുത്തങ്ങ സിനിമാറ്റിക് ഇഷ്യൂ ആണ്. തന്നെയല്ലേ? മുത്തങ്ങ കേസ് ആ, തന്നെയാണ്. ഓക്കെ 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 ഓക്കെ. എനിക്ക് ഇത് ചെല്ലം കുറച്ചുകൂടെ ചാടി നടക്കണ അത് പുൽച്ചാടി. പെട്ടെന്ന് അതെ അതെ അതെ. പുൽച്ചാടി പയ്യൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ആ അവന്റെ അതെ പിന്നെ അതെ. ഒന്നും കണ്ടില്ല. അവന് നല്ല അവാർഡ്, ഐഡിയ. സ്റ്റേറ്റ് ശരിയാണ്. അവാർഡ് എന്താണ്ട് കിട്ടുകയും ചെയ്തു അതിന്റെ അകത്ത്. ഓ ആണോ? ഓക്കെ ഓക്കെ. അത്രയൊന്നും ഞാൻ ഓർക്കുന്നില്ല. കാരണം നമ്മള് കുഞ്ഞായിരുന്നല്ലോ ആ സമയത്ത്. ഇപ്പൊ 6ലോ 5ലോ കണ്ട് പഠിക്കുന്ന സമയത്തല്ലേ. പുള്ളിക്ക് നമ്മള് ചെറുതായിരുന്ന സമയത്തല്ലേ? 2006 അങ്ങനെ എന്താണ്ടല്ലേ? അങ്ങനെ എന്താണ്. ആക്ച്വലി ആ സിനിമ ബേസ് ചെയ്തിരിക്കുന്ന എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരു ഫ്രണ്ടിനെ പറ്റിയാണ്. ഏത് സിനിമ? ഫോട്ടോഗ്രാഫറോ? ഫോട്ടോഗ്രാഫർ കുറച്ചൊക്കെ നമ്മുടെ വിക്ടർ ജോർജ് എന്ന് പറഞ്ഞൊരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള. ആ വിക്ടർ ജോർജിന്റെ ലൈഫിൽ നിന്ന് എടുത്ത കുറച്ച് കാര്യങ്ങളാണ്. നോട്ട് എക്സാക്ട്ലി ദ സെയിം, ബട്ട് വിക്ടർ ജോർജിൽ നിന്ന് ഇൻസ്പയർ ആയ ആളാണ്. കാരണം മഴയുടെ ഫോട്ടോ എടുക്കുന്ന വിക്ടർ ജോർജ് മഴയുടെ ഫോട്ടോ എടുത്തോണ്ടിരുന്ന ആളാണ്. മനോരമ വർക്ക് ചെയ്തോണ്ടിരുന്നു. അപ്പം എന്റെ ഗ്രാൻഡ് ഫാദറും പുള്ളി മനോരമയിൽ ഒരു ഒരേ ടൈമിലാണ് വർക്ക് ചെയ്തിരുന്നത്. ആകെ എന്റെ ലൈക് പേഴ്സണലി പറയുകയാണെങ്കിൽ എന്റെ ഗ്രാൻഡ് ഫാദർ ലൈഫിൽ ഒരു വട്ടമൊക്കെ അറിഞ്ഞിട്ടുള്ളത് ഈ വിക്ടർ ജോർജ് മരിച്ചപ്പോഴാണ്. സോ they were that close and he was a very incredibly talented photographer. അപ്പൊ പുള്ളിയുടെ ലൈഫിനെ ബേസ് ചെയ്താണെന്ന് പറയപ്പെടുന്നു. ലൈക്ക് എത്രത്തോളം സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് കമ്മിങ് ബാക്ക് ടു അവർ പോയിന്റ്, ജസ്റ്റ് ലൈക്ക് കുമാരി സെഡ്, ഞാൻ നമ്മുടെ പോഡ്കാസ്റ്റ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഞാൻ ഒരു ഹാർഡ് കോർ AR റഹ്മാൻ ഫാൻ, മണിരത്നം ഫാനുമാണ്. പക്ഷെ മണിരത്നം സത്യം ഫാൻ പറയാനുണ്ടല്ലോ, ഞാനത് എന്നെ ഇന്ററപ്റ്റ് ചെയ്തല്ലോ, സോറി. ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് ഷോ ആയിരുന്നു എനിക്ക്. ഞാനത് മുമ്പേ പറയാൻ വന്നത് ഇതായിരുന്നു, ഞാനത് വിട്ടുപോയതാ. കണ്ടു കഴിഞ്ഞിട്ട് ഞാനത് മാക്സിമം എന്താണ് ഇപ്പം ഈ 3 മെയിൻ ആൾക്കാരോടുള്ള ഒരു സ്നേഹം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ, ആ സ്നേഹം വെച്ചിട്ട് ഞാൻ എന്റെ മാക്സിമം ഞാനതിനെ ഇഷ്ടപ്പെടാൻ ഞാൻ ശ്രമിച്ചായിരുന്നു തിയേറ്ററിൽ. എന്നിട്ടേ ഇവിടെ വന്ന് ഞാനൊന്നൊരു ഞാനൊന്ന് റിഫ്രഷ് ആയി കഴിഞ്ഞ് ഞാൻ ഈ കട്ടിലിരുന്നിട്ട് എനിക്ക് ബാക്കി രണ്ടുപേരുടെ എനിക്ക് അത്ര എനിക്ക് ഡിസപ്പോയിന്റ്മെന്റ് ഇല്ല. എനിക്ക് AR റഹ്മാന്റെ കാര്യം എടുത്തിട്ട് ഞാൻ ഹൈലി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. എനിക്ക് വയ്യ, എനിക്ക് ഡിസപ്പോയിന്റ്മെന്റ് കാരണം എനിക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും വയ്യ. അതിനെ കുറിച്ച് അഡ്രസ് ചെയ്യാൻ തന്നെ എനിക്ക് സങ്കടമാണ്. 2.0 പോലത്തെ ഒരു വിയേർഡ് ആയിട്ടുള്ള സിനിമയ്ക്ക് പോലും പുള്ളി ചെയ്തിരുന്ന മ്യൂസിക് ഒന്ന് കേൾക്കണം. ഇറ്റ് വാസ് സോ ഗുഡ്, ഇറ്റ് വാസ് ടോപ്പ് നോച്ച്. ഒന്നും വേണ്ട, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് അതിനൊരു ഒരു എവിടെയൊക്കെ ഒരു ഭയങ്കര ഹോണ്ടിങ്ങും ഭയങ്കര ഒരു കഷ്ടപ്പാടിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉണ്ട് അതിന്റെ മ്യൂസിക്കിന്റെ അകത്ത്. അതിന്റെ അകത്ത് ആ ഇന്റർവെൽ പോയിന്റിന്റെ അകത്ത് മറക്കുമാ നെഞ്ചം എന്നുള്ള പാട്ട് കയറി വരുന്ന സീനൊക്കെ അടിപൊളിയാണ്. ലൈക്ക് ഇറ്റ് വാസ് പ്രോപ്പർലി വീവ്ഡ് ഇൻ ടു ദാറ്റ് സിനിമ. പക്ഷെ ഈ സിനിമയ്ക്കകത്ത് എല്ലാം എന്തോ ഏച്ച് കെട്ടിയിട്ട് മുഴച്ചിരിക്കുന്ന പോലെയാ തോന്നുന്നത്. അല്ല, ആക്ച്വലി പുള്ളി റീസെന്റ് ചെയ്ത നിനക്ക് ചാവയിലെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് നീ പറഞ്ഞില്ല, പക്ഷെ അതിന്റെ ബീജിയം നല്ലതായിരുന്നു. ബീജിയംസ് വാസ് വെരി ഗുഡ്. കാരണം നമുക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആ ഒരു ചെറിയ ചെറിയ നമുക്കറിയാമല്ലോ ഇതിന്റെ ഇച്ചിരി പൊളിറ്റിക്സ് ഇൻവോൾവ് ആണെന്ന് നമുക്കറിയാമല്ലോ. എങ്കിൽ പോലും നമുക്ക് അത് നമുക്ക് പെട്ടെന്ന് ചിന്തിക്കത്തില്ല ഈ ഒരു മ്യൂസിക് എലിവേഷൻ ഉള്ളത് കൊണ്ട്. കാരണം അതിൽ പുള്ളി നല്ല പണി ചെയ്തിട്ടുണ്ട്. അത്
എനിക്ക് അറിയത്തില്ല, എനിക്ക് പറഞ്ഞു. അത് എനിക്ക് ഓഡിയോ ലോഞ്ചിനാണെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ സർപ്രൈസ് ആയി പോയത് ഒരു പാട്ടാ. ആ പാട്ട് സിനിമയ്ക്കകത്ത് വന്നേ ഇല്ല. ആ ദാറ്റ് ഈസ് മുത്തമഴ. അത് ഓ അവൻ അത് ആ, അവിടെ പറയുന്നുണ്ടായിരുന്നു, ദിഗംബരൻ ഓ ഇങ്ങനെ പറ്റിച്ചല്ലേ. പറയുന്നു. ഓ ചിന്മയുടെ വേർഷൻ വാസ് ടു ഗുഡ്. ഐ മീൻ നോ ഷെയ്ഡ് ടു ഡിയുടെ വേർഷനും ഭയങ്കര രസമാണ്. ഡിയുടെ വേർഷൻ കുറച്ചുകൂടെ പെയിൻഫുള്ളും, ചിന്മയുടെ വേർഷൻ ഗിവ്സ് യു സം സോർട്ട് ഓഫ് എ ഹോപ്പ്. അപ്പൊ എനിക്ക് ആ പാട്ടും അഞ്ചുവണ്ണ പൂവേ വാസ് ഓൾസോ നൈസ്. പക്ഷെ എനിക്ക് വിൺവെളി നായികയൊക്കെ കേട്ടപ്പോ മറ്റേ പവർ റേഞ്ചേഴ്സിന്റെ തീം സോങ് കേട്ട പോലെ ലൈക്ക് എനിക്ക് എന്റെ വാ കൊണ്ട് ഇത് പറയേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ Like, it ഇത് breaks my heart to കണ്ടോണ്ടിരുന്നപ്പോഴേ criticize him. കണ്ടോണ്ടിരുന്നപ്പോ ഞാന് ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോ ഹാരി പോട്ടറിന്റെ സാധനമൊക്കെ വരുന്നു. ദൈവമേ, ഈ മനുഷ്യനെ അടിച്ചു മാറ്റി തുടങ്ങിയോന്നൊക്കെ എനിക്ക് സത്യം പറയാല്ല. അത് ഞാനെന്ത് ഐ ഹോപ്പ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഹാരി പോട്ടർ മ്യൂസിക്. പക്ഷെ അതാണ് ഹാരി പോട്ടറിന്റെ നമ്മുടെ, ഇഫ് ഐ എം നോട്ട് റോങ്, പ്രിസണർ ഓഫ് ആസ്കബാനിന്റെ ഇവർ ഈ ആ ഒരു വിലോ ഉണ്ട്, വിലോ ട്രീ ഉണ്ട്. ആ വിലോ ട്രീയുടെ അടുത്തോട്ട് ഈ 3 ക്യാരക്ടേഴ്സ് നടന്നു പോകുമ്പോൾ ഉള്ള ഒരു വീപ്പിംഗ് മ്യൂസിക് വില്ലോ ഉണ്ട്. അങ്ങനെ വീപ്പിംഗ് എന്തല്ലേ വിലോ, എന്റെ പേര്. അതുപോലെ വിംപിംഗ് വിലോ. വീപ്പിംഗ് അല്ല, വിംപിംഗ് ആണ്. അപ്പം അല്ല, വംപിംഗ് വിലോ എന്നാണ് അതൊന്ന്, അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിവേസ്, അപ്പൊ അത് അതിന്റെ അടുത്തേക്ക് പോകുമ്പോ ഉള്ള ഒരു മ്യൂസിക് ഉണ്ട്. ആ സാധനമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഐ വാസ് സോ ഡിസപ്പോയിന്റഡ്. ഇത് അടിച്ചു മാറ്റാൻ ഈ മനുഷ്യനും തുടങ്ങിയല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്കത് എന്ത് ലെവൽ ഡിസപ്പോയിന്റ്മെന്റ് ആയിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അത് മാത്രല്ല, ഏതൊക്കെയോ പാട്ടുകൾ എല്ലാ ബീജിയം കേൾക്കുമ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇത് അതിന്റെ കൂടെ ആദ്യത്തെ പാട്ടെന്ന് പറയുന്ന സാധനത്തിൽ ആദ്യം വന്നത് ലിബർട്ടി 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 ആയിരുന്നു. അപ്പൊ ഞാൻ ലിബർട്ടി കേട്ടപ്പോ ഞാൻ ഓർത്ത്, ദൈവം ഇവൻ തെണ്ടി ആയതുകൊണ്ട് ഇവന്റെ ക്യാരക്ടർ സിംബുവിന്റെ ഇൻട്രോ ശരിയാണ്. എന്റെ പാട്ടാണെന്നറിയോ? ലൈക്ക് പാൽഡപ്പ ഒരു നല്ല ആർട്ടിസ്റ്റ്, പക്ഷെ റിയലി ബാഡ്. ആ പാൽഡപ്പ കിടിലമായിട്ട് ധ്രുവ നക്ഷത്രത്തിന്റെ മറ്റേ മൈ നെയിം ഇസ് ജോൺ എന്ന് പറഞ്ഞ പാട്ട്. ഹിസ് നെയിം ഇസ് ജോൺ. കിടിലം പാട്ട്. ഹിസ് നെയിം ഇസ് ജോൺ. കിടിലം പാട്ട് അത് വെച്ച് നോക്കും. ഇത് എന്തുവാ ഇത്? എന്റെ തേമ ഒരു വെറും തല്ലിപ്പൊളി പാട്ട്. ലൈക്ക് ജെൻസി ആയോ എന്ന് ചോദിച്ച, അതായത് മറ്റേ ഫോട്ടോ വെച്ചിന്ന് മട്ടാഞ്ചേരിയിലോട്ട് പോയി എന്നാ അവിടെ എത്തിയില്ലെന്നുള്ള ആ ഒരു വൃത്തികെട്ട ഈ ഒരവസ്ഥയായിരുന്നു. പടം ഒറ്റ വാക്കില് നാസർ പറഞ്ഞിപ്പിക്കുന്നുണ്ട്. ഒരൊറ്റ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുക. എനിക്ക് പേഴ്സണലി ഐ ലവ് ദ സിനിമാറ്റോഗ്രഫി ഇൻ ദ കളർ ടോൺ. സിനിമാറ്റോഗ്രഫി, കളർ ടോൺ, ഇവരുടെ കോസ്റ്റ്യൂംസ് എല്ലാം ഇല്ല, സോറി. മറ്റേ പുള്ളി മറ്റേ ഒരു വെള്ളത്തുണി വലിച്ചു കെട്ടിയ ആ സാധനം മാത്രം എനിക്ക് പറ്റത്തില്ല. അയ്യോ എടാ, അത് ടീസർ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പോയി പുള്ളി ബക്സിനെ കൊന്നിട്ട് വന്ന പോലെ എനിക്ക് തോന്നിയത്. അത് എന്തുവാടേ അതൊക്കെ? അയ്യോ, ഈ വയ്യണ്ടായി. എനിക്ക് ക്യാമറ വർക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി ഗുഡ് ക്യാമറ വർക്ക്, അങ്ങനത്തെ സാധനം. പിന്നെ പേഴ്സണലി ഫൈറ്റ് സീക്വൻസസ് എനിക്കൊന്നും തന്നെ വർക്ക്ഔട്ട് ആയില്ല. ആദ്യത്തെ ഒരു ഷൂട്ട് ഔട്ട് ഉണ്ട്, അതായത് ഇവരുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആ ഷൂട്ട് ഔട്ട് ഇറ്റ് ലുക്ക് നൈസ്. പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് എവറിത്തിങ് എൽസ് ഇസ് സോ ബാഡ്. ജോജു ആയിട്ടുള്ള മറ്റേ ട്രെയിൻ സ്റ്റേഷനിലെ അടിയുണ്ടല്ലോ, അതിന്റെ അകത്തിൽ ബോഡി ഡബിളിനെ യൂസ് ചെയ്തിരിക്കുന്ന ഇച്ചിരി എവിഡന്റ്ലി മനസ്സിലാവും. തല വെട്ടി വെച്ചേക്കുന്നത് ഇച്ചിരി, പെട്ടെന്ന് ഒരാളെ ഓർത്തുപോയി, ഇച്ചിരി സ്മരിച്ചു പോയി. ഞാൻ നമ്മുടെ ലെജൻഡ് സർവണനെ ഞാൻ സ്മരിച്ചു ചെറുതായിട്ടപ്പോ. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കമലഹാസന്റെ തല വെട്ടി ഒട്ടിച്ച് നന്നായിട്ട് മനസ്സിലാകുമായിരുന്നു. ശരവണന്റെ ലെജൻഡ് ആണോ അതോ ബാലയ്യയുടെ ലെജൻഡ് ആണോ? ഈ വർഷം എന്നെ സത്യം പറഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്ത മനുഷ്യൻ ബാലയ്യാണ്. ഡാക്കു മഹാരാജ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എല്ലാ വർഷവും പുള്ളി സാറ്റിസ്ഫൈ ചെയ്യും. തീർച്ചയായും അതെ, നല്ല പടമായിരുന്നു ഡാക്കു മഹാരാജ്. പക്ഷെ ഡാക്കുവില് പുള്ളി ശരിക്കും അങ്ങോട്ട് വിളയാടിയിട്ടില്ല. പുള്ളിയുടെ വിളയാട്ടം മൊത്തം അതിനകത്തൊന്നും ഇല്ല. ഭയങ്കര ഷോട്ടില്ലായിരുന്നു. ഞങ്ങളത് ഇച്ചിരിയുടെ പ്രതീക്ഷിച്ചു. ആ ഒരു അർത്ഥത്തിൽ നിരാശരാക്കി കളഞ്ഞു. ഞങ്ങളൊരു അഖണ്ഡയൊക്കെ പോലെ ഒരു ബലയ പടം വിചാരിച്ചു. ഞാൻ പറഞ്ഞെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പടത്തിന്റെ അത് വാൾട്ടർ വീരയ്യ
വാൾട്ടർ വീഴ. അത് ചീരുകാരുവിന്റെ അല്ലേ? ചീരുകാരുവിന്റെ ഞങ്ങള് ഗോഡ് ഫാദർ കണ്ടതുകൊണ്ട് അല്ല ഓ സോറി, മറ്റേ ബാലയെ ഒരു വാൻ ഇങ്ങനെ തൊഴിച്ച് ബാഗിലോട്ട് വീരസിംഹ റെഡ്ഡി അത് വീരസിംഹ പൊളിയായിരുന്നു. റെഡ്ഡി വീരസിംഹറെഡ്ഡി നല്ലതാ. നല്ല Yeah, പടമല്ലേ? yeah. അതൊരു നല്ലതാ. പഴയ പടമാണ്. പിന്നെ യെസ്, അടിപൊളി ട്രൂ പഴയ മൂവി ഇൻ ഒന്നുമില്ല. ഓൾ സെൻസ്. അതിനകത്തില്ലല്ലോ മറ്റേ ആന്റി അരിത്മെറ്റിക്സ് ഉള്ളത്. അല്ല അത് അതിലല്ലോ അത് ജയ്സിംഹയാണ്. കുറെ ജയ്സിംഹ. കണ്ടിട്ടുള്ളതുകൊണ്ട് വെരി കൺഫ്യൂസ് കൺഫ്യൂഷൻ ടൈപ്പ്. ഇനി ഇത് ഹണി റോസ് പുള്ളിക്കാരന്റെ അമ്മയായിട്ട് മനസ്സിലായി വരുന്ന പടം. മനസ്സിലായി മനസ്സിലായി. നൈസ്, എന്തോ നൈസ്. ഉണ്ട ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ലേ? വീട്ടിൽ വരുന്ന സിംഗപ്പൂർ പെൺകുട്ടിക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കണം എന്നാണ്. ആ, അപ്പം അതെ, അതെ, വീടിന്റെ തീർച്ചയായും. വീട്ടുപേരെങ്കിലും കൊടുക്കാറ്. നന്നായിട്ട്. നൈസായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇതാണ്, അതായത് നാസർ തന്നെ പറയുന്നുണ്ട്, വലിയൊരു നല്ലൊരു സദ്യ വിളമ്പിയിട്ട് അറ്റത്ത് കുറച്ച് തീട്ടം വെച്ച് എങ്ങനെ ഉണ്ടാവും. അത് അതുപോലെ പുള്ളി ആയിരുന്നു എന്ത് ഈ പടം. കോണ്ടെക്സ്റ്റിലാ പറയുന്നത്? അത് ഇതിന്റെ അത് കോണ്ടെക്സ്റ്റിലാണോ പറഞ്ഞത്? ശക്തിവേലിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. പുള്ളി ഓ, പണ്ട് ഓക്കെ. അങ്ങനെയാ. ആദ്യം നല്ല സദ്യയൊക്കെ വിളമ്പും, എന്നിട്ട് അറ്റത്ത് കുറച്ച് നല്ല തീട്ടം കൂടെ പടമായിരുന്നു. കൊണ്ടുവെക്കും. കാര്യം എല്ലാം ഉണ്ടല്ലോ. നല്ല എന്താ സിനിമാറ്റോഗ്രാഫറാണ്, അവാർഡ് വിന്നിങ് സിനിമാറ്റോഗ്രാഫർ, ഡയറക്ടർ അവാർഡ് വിന്നിങ് ഡയറക്ടർ, അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരിലും അവാർഡ് വിന്നിങ് ആക്ടേഴ്സ് ഉണ്ട്, മ്യൂസിക് സ്കോർ ദ അവാർഡ് ലെജൻഡ്. വിന്നിങ്, അതെ, ഓസ്കാർ അവാർഡ് നേടിയ നായകൻ, തീർച്ചയായും. എല്ലാരും ഉണ്ട്. പക്ഷെ തീട്ടായാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അത് അടുത്ത ക്ലെയിം. അങ്ങനെ ഇനിയിപ്പം എന്റെ പ്രതീക്ഷ എല്ലാം കൂലിയിലാണ്. തലൈവർ തിരിച്ചു വന്നതിന്റെ ഒരു അറങ്കമതിറട്ടം അതാണ് പക്ഷേ നമ്മുടെ ഒരു ഉണ്ടല്ലോ, വിശ്വാസം. ഒരു ഹൈലൈറ്റ് മൊമെന്റ് ഞാൻ റിയലൈസ് ചെയ്തതെന്ന് വെച്ചാൽ, ജൂൺ 5-ാം തീയതി തഗ് ലൈഫ് റിലീസ് ചെയ്തപ്പോൾ ജൂൺ 6-ാം തീയതി കാണാതെ പോയ ഹാർഡ് ഡിസ്ക് കണ്ടുപിടിച്ച് ലാൽ സലാം അവര് സൺനെക്സ്റ്റിൽ വിടുമെന്ന് ഒരു ഇത് കണ്ടായിരുന്നു. ലോൾ സലാം. അത് കൊള്ളാല്ലേ? നല്ലൊരു എനിക്കൊന്ന് തലൈവർ ഒരു സ്പ്രീ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കൂലിയും ജയിലർ 2 എന്താവും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും ബാക്ക് ടു ബാക്ക് വേട്ടയനൊരു പുള്ളിക്കൊരു ക്ഷീണമായിരുന്നു. നീ ജിൻസ് പുള്ളിക്ക് ചെയ്യണ്ട. കൂലി ഒരു കംബാക്ക് ജിൻസ് ആണ്. ഞാൻ ജിങ്സ് ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ജിങ്സ് ചെയ്യുന്നില്ല. കൂലി ഒരു കൂലി എന്താന്ന് പറഞ്ഞാ കൂലി എനിക്ക് ഈ ആൾക്കാർ പറയുന്നത് 1000 crore അടിക്കാനില്ലേലും എനിക്കൊന്നുമില്ല. പക്ഷെ എനിക്ക് അതൊന്നും ആ പടം നമുക്കറിയേണ്ട നല്ലതായിരിക്കണം. കാര്യമില്ല. നല്ല പടമായിരിക്കണം. അതെ, തീർച്ചയായും. നല്ല പടം. കാരണം അതിന്റെ അകത്ത് നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ കിങ് നാഗാർജുന ഉണ്ട്, സൗബിനുണ്ട്, ഉപ്പി, പിന്നെ ഉപ്പി, സത്യരാജും രജനീകാന്തും. അത് രജനീകാന്തും, പിന്നെ പോരാത്തന്നെ അമീർ അമീർ ഖാന്റെ ഖാനും കൂടെ ഉണ്ടെന്ന് ക്യാമിയോ. പറയുന്നു. അതെ. അപ്പോ ആ പടം നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമ ആയിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇനി ആഗ്രഹങ്ങൾ തീർച്ചയായും. മാത്രമേ പറയുന്നുള്ളൂ, ഉറപ്പ് നമ്മൾ പറയുന്നില്ല ആരോടും. ജയിലർ 2 നന്നായിരിക്കട്ടെ. ജയിലർ 2 ആവശ്യമില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. 1-നകത്തിൽ തന്നെ നിർത്തുന്നതായിരുന്നു അവരുടെ ആരോഗ്യത്തിന് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വന്നിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ടോപ്പിലുള്ള ആരാണ്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇനിയിപ്പം ഇത് മുകളിൽ ആരാണ് പെരിയ എന്നുള്ളത്. നെറ്റ്വർക്ക് എന്ന് പറയുന്നില്ല. നെറ്റ്വർക്ക് പെരിയ ഉലകമേ ഇരിക്കുന്നു. ഇക്ക വരുമോ? ഇക്ക ജയിലറിൽ വരേണ്ടിയിരുന്നത് ഇതില് വരുമോ ഇനി? ഇതില് ബാലയ്യ വരുവാടാ, എനിക്ക് അതാണ്. ബാലയ്യ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും അവിടെ സ്ക്രീൻ പ്രസൻസ് ഒന്നും കാണില്ല. ജയിലർ 1-ന്റെ ബാലയ്യക്ക് ഒരു റോൾ ഉണ്ടായിരുന്നു, അത് അവര് മാറ്റിയത്. അത് നമ്മുടെ ടൈഗർ ഷറഫിന്റെ തന്തയുടെ റോളായിരുന്നു. JCB ഡ്രൈവർ അല്ല, പുള്ളിക്കാരൻ ഒരു പോലീസ് കമ്മീഷണറിന്റെ റോളായിരുന്നു, ഒരു മാസ് പോലീസ് കമ്മീഷണറിന്റെ റോളായിരുന്നു. അത് ബാലൻ ചെയ്തിരുന്നു. പക്ഷെ പ്രശ്നം എന്താ പറഞ്ഞാൽ അന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല ജയിലർ ഇത്രയും വലിയ സംഭവമാകുന്നു. കാരണം അവരെല്ലാം ചിന്തിക്കുന്നത് ബീസ്റ്റ് ചെയ്ത നെൽസൺ, ഡോക്ടർ ചെയ്ത നെൽസനെ അല്ല അവർ നോക്കിയത്, ബീസ്റ്റ് ചെയ്ത നെൽസനെ നോക്കിയപ്പോഴത്തേക്കും. ബാലയ്യ വന്നിരുന്നെങ്കിൽ ജയിലർ 1000 crore കൺഫേം. അല്ല, ഡോക്ടർ ചെയ്ത നെൽസണോ അല്ല ജയിലർ ചെയ്തത്. ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് ഇസ് കൈൻഡ് ഓഫ് ഡിഫറെന്റ്. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്. അത് ഗ്രൗണ്ടഡ് സിനിമയാണ്. ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയില് അതായത് രജനീകാന്ത് ഒരു ഡെഡ് പാൻ കോമഡിയോ ഡാർക്ക് കോമഡിയോ ചെയ്യുന്ന വേറെ പടം ഇല്ല. ജയിലറിന്റെ അകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ജയിലറിന്റെ അകത്ത് പുള്ളിയെ ഫൈറ്റ് ചെയ്യുന്നില്ല, പുള്ളി കുറച്ചുകൂടെ സട്ടില്ല, പുള്ളിയുടെ പ്രായത്തിനനുസരിച്ചുള്ള റോൾ ചെയ്തു. പിന്നെ ആകെ ഫ്ലാഷ് ബാക്കിന്റെ അകത്തുള്ള മറ്റേ ലുക്ക് മാത്രമേ ഉള്ളൂ. ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അത്. പക്ഷെ ഇതിൽ ആ ഡി ഏജിങ് നല്ലായിരുന്നു.
ആ തഗ്ലീഫ് അതെ നല്ല അതെ ഡി അതെ ഏജിങ് ആയിരുന്നു, നല്ല ഡി കമലഹാസന്റെ അതെ ഏജിങ് അതെ ആയിരുന്നു, ശരി. നല്ല ഡി ഏജിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കമലഹാസന്റെ ശരീരം അത്ര അങ്ങ് ഒരു ഇച്ചിരി താത്ത ലുക്കിംഗ് അല്ല. മുഖത്തിന്റെ അത്രയും അതെ അതെ. അതായിരിക്കും. ഡി ഏജ് മുഖത്ത് മാത്രം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ശരീരം കുറച്ചൊരു യങ് ലുക്കിംഗ് ആയിരിക്കണമല്ലോ, അതാണല്ലോ അല്ല പ്രശ്നം. പുള്ളി ഇപ്പം ജിമ്മിലൊക്കെ പോയി സെറ്റാക്കാൻ പോവാണെന്നൊക്കെ ആര്? പറയുന്നുണ്ടായിരുന്നു. രജനീകാന്തോ? അല്ലല്ല, അത് മറ്റേ കമൽഹാസൻ. അൻബരിവ് ഡയറക്ട് ചെയ്യുന്ന പടത്തിന് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു. അല്ല, ഞാൻ ജയിലറിലത് എന്തുകൊണ്ട് വർക്കൗട്ട് ആയി? എനിക്ക് പക്ഷെ ജയിലറിൽ അവര് അത്ര മോശം അല്ലായിരുന്നു പ്രശ്നം, എനിക്ക് ജയിലറിൽ ശരീരമായിരുന്നു എന്റെ പ്രശ്നം. അത് നീ ദർബാറിനകത്ത് തലൈവർ വർക്കൗട്ട് ചെയ്യുന്ന സീൻ കണ്ടിട്ടില്ലാത്തോണ്ട് അതെ. ഒന്ന് കണ്ടു നോക്ക്. പടയപ്പയ്ക്കകത്ത് പുള്ളി ഷർട്ട് ഊരി അടിക്കുന്ന സീൻ കണ്ടിട്ടുണ്ടോ മോനെ? അത് ഞാൻ തീ ഓർക്കുന്നില്ല. പാറും, തീ പാറുന്ന സീൻ. അതിനകത്ത് അബ്ബാസ് പറയുന്നുണ്ട് "What a man." ബൊട്ടിമാൻ അതാണ് തലൈവർ. തീർച്ചയായും. എടി നീ പടയപ്പ കാണു കേട്ടോ. ആരാ പടയപ്പ നീ കണ്ടിട്ടുണ്ട്. എന്ന് പടയപ്പ കണ്ട സ്ഥിതിക്ക് നീ ലിംഗം കാണണം. ലിങ്ക് ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ്, നല്ലതാണ്. അവസാനത്തെ ആ ഫ്ലൈയിങ് സീക്വൻസുകൾ ഒഴിച്ച് എടാ നല്ലതല്ലേ, നല്ലതാ. എനിക്കിതാ മനസ്സിലാകുന്നത്. അത് ഞാൻ ബാബയുടെ കഥ പറയില്ല. എനിക്ക് ഓൾമോസ്റ്റ് അറിയാം, കാരണം ദിഗു തന്നെ നമ്മുടെ ഒരു എപ്പിസോഡിലിരുന്ന് അതിന്റെ മൊത്തം കഥയും പറഞ്ഞിട്ടുണ്ട്. ബാബ ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ പ്രശ്നമാണെന്നറിയോ, ബാബയുടെ ചില ഡയലോഗുകൾ ഇച്ചിരി പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. ബുദ്ധിമുട്ട്. അത് ബുദ്ധിമുട്ട്, അതാ പ്രശ്നം. ആ പടം നല്ല ഡയലോഗുകളൊക്കെ ആ ഒരു സ്പിരിച്വൽ ജേർണി എങ്കിൽ കൊള്ളാം, നല്ല. പക്ഷെ എനിക്ക് ആ ഗൗണ്ടമണിയും ഇവരും കൂടെ ഉള്ള സീനൊക്കെ ഇഷ്ടം. അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൗണ്ടറുകളൊക്കെ നല്ല. അതിനെ ട്രോൾ ചെയ്യുന്നതൊക്കെ അടിപൊളിയാ. പുള്ളി കൂടെ ട്രോൾ ചെയ്യുന്നത് അത് അണ്ണാമലൊക്കെ തന്നെ. പുള്ളിയുടെ പേര് അണ്ണാമല എന്നായിരുന്നു. അണ്ണാമലൈ സാർ. അവരുടെ കോംബോ ആക്ച്വലി നല്ല. മന്നന്റെ അകത്ത് മറ്റേ ഇവര് ഷർട്ടൊക്കെ ഊരി പിഴിയുന്ന സാധനമൊക്കെയാണ് പൊളിയത്. നല്ല. എനിക്ക് ഗൗണ്ടമണി ഇച്ചിരി ഡാർക്ക് ആണ് ചില സാധനങ്ങളൊക്കെ, പക്ഷെ എന്നാലും ഇതിന്റെ അകത്ത് കുറെ കൊമേഡിയൻ ആക്ടേഴ്സിനെ കൊണ്ടുവന്ന് സീരിയസ് റോള്, വയ്യാപൂരിയെ കൊണ്ടുവന്ന്, മറ്റേ ചിന്നി ജയന്തിനെ കൊണ്ടുവന്ന്, അവരെ കൊണ്ടുവന്നിട്ട് സീരിയസ് റോളൊക്കെ ചെയ്യിപ്പിച്ച്. വയ്യാപുരി ഒരു ഫ്രീക്വന്റ് കമൽഹാസൻ പടങ്ങളിലുള്ള ആളാണ്. പിന്നെ ഇതിന്റെ അകത്ത് ഉണ്ടായിരുന്നല്ലോ രാവണന്റെ അകത്ത് പുള്ളിക്കാരൻ മറ്റേ ഇതായിട്ട് അർദ്ധനാരിയായിട്ട് വരുന്നുണ്ടല്ലോ. ശരിയാ. ഈ ടൂറിസ്റ്റ് ഫാമിലി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട് ഇതിന്റെ അകത്ത്. സിംബുവിന്റെ അപ്പനായിട്ട് വരുന്ന ആള് ടൂറിസ്റ്റ് ഫാമിലിക്കകത്ത് മറ്റേ ഡബിങ് ആർട്ടിസ്റ്റ് റെഡി ശ്രീജ, പുള്ളിക്കാരുടെ ഹസ്ബൻഡായിട്ട് വന്ന അങ്ങേരെ സിംബുവിന്റെ അപ്പനായിട്ട് വന്നത്. വേറൊരു ട്വിസ്റ്റ് ഉണ്ട്, പുള്ളിക്കാരൻ പൊന്നിയിൻ സെൽവന്റെ അകത്ത് ഒരു കോ റൈറ്ററും ലിറിസിസ്റ്റും ഒക്കെ. പുള്ളിയ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ മണിരത്നത്തിന്റെ ഒരു ഇതാണ് മെയിൻ ഒരു പാർട്ടിയാണ്. ഈ കോൺട്രവേഴ്സീസിന്റെ അകത്തില്ലേ കമൽഹാസനും തൃഷയും തമ്മിലുള്ള ഏജ് ഗ്യാപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ തൃഷയായിട്ടുള്ള ഏജ് ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അഭിരാമിയായിട്ടുള്ള ഏജ് ഗ്യാപ്പും പറയണമല്ലോ, കാരണം അത് രണ്ടും ഒരു പ്രായമാണുള്ളത്. ചിന്ന വീട് അതിന്റെ അകത്ത് ഏജ് ഗ്യാപ്പ് ഒന്നും വലിയ വിഷയം അല്ല, ഭാര്യയ്ക്കും അതേ ഏജ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അഭിരാമിയുടെ ഏജ് അത് തന്നെയാണ്. ഭാര്യയുടെ ഏജ് എന്തോ പുള്ളിയായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ തോന്നിയായിരുന്നു എനിക്ക്. ശരിയാണ്, കറക്റ്റ്. അഭിരാമി കണ്ടുകഴിഞ്ഞൊരു പ്രായം തോന്നിക്കുന്നതുകൊണ്ടാവാം. വിരുമാണ്ടിക്കകത്ത് 19 വയസ്സുള്ള അഭിരാമി, അന്ന് കമൽഹാസന് എത്ര വയസ്സുണ്ട്? 40-45 വയസ്സിന് മുകളിൽ കാണുമായിരിക്കും. പക്ഷെ എനിക്കുണ്ടല്ലോ ഇത് കണ്ടോണ്ടിരുന്നപ്പോ ഞാനിങ്ങനെ ആലോചിച്ചത്, കമൽഹാസൻ ഭയങ്കര അങ്ങ് ഇച്ചിരി ഉള്ള ഏജിനേക്കാളും അങ്ങ് ഏജ്ഡ് ആയ പോലത്തെ ഒരു ഫീൽ. അതിന്റെ കൂടെ സൗണ്ട്, അത് ആ ബീച്ചിന്റെ അകത്തിൽ ഈ അഭിരാമിയായിട്ട് നിന്ന് സംസാരിക്കുന്നിടത്ത് പുള്ളി അണയ്ക്കുന്ന കണ്ടിട്ട് എനിക്ക് ശ്വാസം മുട്ടും. അമ്മാതിരി ഒരു ഭയങ്കര അങ്ങ് താത്ത ലെവലിലേക്ക് അങ്ങ് കിളവനാക്കിയോന്ന് എനിക്കൊരു ഡൗട്ട്. അല്ല, അത്രയും അങ്ങ് കിളവനാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പുള്ളി നോർമലായിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു പ്രശ്നം ഇല്ലല്ലോ, എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ ഫിലിം പുള്ളിക്ക് ആ ഒരു പ്രശ്നം ഇല്ലല്ലോ. അത് ഞാനിങ്ങനെ ആലോചിക്കുക, എന്തിനാണ് ആ ലെവൽ താത്തയാക്കി കളഞ്ഞതെന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ഇത് ആരാണ്ട് അവിടെ തിയേറ്ററിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഇതിന് തഗ് ലൈഫ് എന്നല്ല ഇടേണ്ടത്, താത്താസ് കഴപ്പെന്ന ഇടണ്ടേന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. നായകന്റെ അകത്ത് ഡയലോഗ്സ് ഒക്കെ ഓർക്കുന്നുണ്ട്. മറ്റേ നിലാസ്തി കരയുമ്പോൾ മറ്റേ റെഡ്ഡി കുടുംബത്തിലെ ഒരുത്തർ കൂടെ ഉയരോടെ ഇരിക്കക്കൂടാതെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് മാസ് ഡയലോഗ് അതാ.
അതിനകത്തെ ഫസ്റ്റ് മാസ് ഡയലോഗ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ഈസിലി വൺ ഓഫ് ദ മോസ്റ്റ് തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും ബെസ്റ്റും ഏറ്റവും സട്ടിലും ആയിട്ടുള്ള മാസ് ഡയലോഗാണ് നാ അടിച്ചാ നീ സെത്തിടുക നീ എന്ന് പറയുന്നത്. ശത്രുവ എന്ന് പറയുന്ന ഓ അത് എന്ത് കിട്ടില്ല, അത് അടിപൊളിയായിട്ട് അത് എഴുതിയിരിക്കുന്നത്. അത് ആ ഒരു എഫക്റ്റ് ഒന്നും എനിക്കറിയത്തില്ല. ഇതിന്റെ അകത്ത് ഒന്നും ഇല്ല. ഓർത്തിരിക്കാൻ പറ്റുന്ന ഡയലോഗ് ഐ ആം യുവർ ഓൺലി എന്തായിരിക്കും ആണെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരൻ എന്തായിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നായകൻ മറന്നു പോകുമെന്ന് പറയാനുള്ള ഒരു ചേതോ വികാരം അത് എവിടെ പുള്ളി ഒരു തగ్గടിച്ചതാണ് സർക്കാസമായിട്ട്. സീരിയസ് ആയിട്ട് എനിക്ക് ആലോചിക്കരുത്. പലപ്പോഴും തോന്നുന്നുണ്ട് ആണ്ടവരുടെ ഇന്റർവ്യൂകളൊക്കെ കാണുമ്പോഴേ പുള്ളി ഇങ്ങനെ ഈ എന്തെങ്കിലും Sarcastic മറ്റേ ആയിട്ട് പറയുന്നതാണോ മീമുണ്ടല്ലോ, എന്നല്ലേ? സംടൈംസ് ഐ ഡോണ്ട് നോ വേർ ഐ ആം ഗോയിങ് വൺസ് ഐ സ്റ്റാർട്ട് സാധനം. ആ, അതാണ്. അതെനിക്ക് തോന്നുന്നേ പുള്ളി ആ ഇതിലോട്ട് എടുക്കുന്നതാണ്. അതായത് ചോദ്യങ്ങൾ ഇനിയിപ്പോ ഇവന്റെ അടുത്ത് കൂടുതൽ ചോദ്യം ചോദിച്ച് ഇവൻ അതിന് ഉത്തരം പറയാൻ കുറെ സമയം എടുക്കുമോ എന്നുള്ളത് ആ ഒരു സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് പുള്ളി മനഃപൂർവ്വം ശ്രമിക്കുന്നതാണോ എന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. കാര്യം ഒരു ഇതിന്റെ ഞാൻ റീല് കണ്ടത്, അതായത് ഈ റിപ്പോർട്ടർ വന്നിട്ട് പുള്ളിയുടെ അടുത്ത് ചോദിക്കുകയാണ് ഉദയനിധിയായിട്ടുള്ള അലയൻസിന്റെ പറ്റിയിട്ട് ഒരു റൂമറൊക്കെ ഉണ്ടല്ലോ എന്താണെന്ന്. അപ്പോൾ ഉടനെ പുള്ളി അറിയാം, അതായത് പത്രമാധ്യമങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം, എന്നിട്ട് അത് ജനങ്ങളുടെ അടുത്ത് പറയണം എന്നുള്ളതാണ് പത്രമാധ്യമങ്ങളുടെ ധർമ്മം. അങ്ങനെ പറഞ്ഞാലേ അത് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ പല എന്താ പറയുന്നത് റൂമറുകൾ ഇങ്ങനെ പൊങ്ങി വരുമെന്ന് പറഞ്ഞ് പുള്ളി ഒരു അരമണിക്കൂർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാം. എന്നിട്ട് പറയാണ് സത്യം എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ഇതെന്ത് തേങ്ങ ഇത്? ആണ്ടവർ ഇപ്പൊ ഈ പറഞ്ഞു തുടങ്ങിയാൽ അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ഇതിന്റെ ഈ മറ്റേ ഇന്റർവ്യൂകളും ഇതൊക്കെ കാണാനായിട്ട്. ഞാൻ മണിരത്നത്തിന്റെ ഇന്റർവ്യൂ ആണ് കൂടുതലും കണ്ടത്. പുള്ളിയുടെ പ്രശ്നം അതാണ്, അതായത് കുറെ നോളജ് ഉള്ളതുകൊണ്ട് ഇതെല്ലാം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് വെക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് പുള്ളി അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് അങ്ങ് പോകുന്ന ഒരു പ്രക്രിയയാണ് ഉള്ളത് അത് ചെയ്യാനായിട്ട്. കണ്ടതിന് എല്ലാം മേക്ക് ബിലീഫും ഹാപ്പനിങ്. ഓ എനിക്ക് മണിരത്നം ഭരദ്വാജ് രംഗന്റെ ഇന്റർവ്യൂലാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ എന്ന് പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ലാലേട്ടനെ സ്മരിച്ചു പോയി. സിനിമ മേക്ക് ബിലീഫ് എന്ന് പറയുമ്പോ അപ്പൊ ലാലേട്ടൻ പറയുമ്പോ എല്ലാവർക്കും പുച്ഛം, മണിരത്നം പറയുമ്പോ ആർക്കും കുഴപ്പമില്ല. ലാലിച്ചൻ പക്ഷെ തുടരുമിന്റെ അകത്ത് മേക്ക് ബിലീഫ് ഇല്ലായിരുന്നു. പിന്നെ പുള്ളിയുടെ ഇന്റർവ്യൂ ഇല്ലായിരുന്നു, അതുകൊണ്ട് മേക്ക് ബിലീഫ് പറയേണ്ടി വന്നില്ല. അല്ല പടത്തിനകത്ത് ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ. അപ്പം ഇതൊക്കെയാണ് തഗ് ലൈഫിനെ കുറിച്ചുള്ള നമ്മുടെ സ്മരണകൾ. ഇനി അധികം പറഞ്ഞ് അതിനെ അങ്ങ് ട്രാഷ് ആക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമുണ്ട്. ഇതൊരു ആണ്ടവർ ഫാൻ എന്നുള്ള രീതിയിൽ ഇതിനൊക്കെ വന്നിരുന്ന് പറയാമെന്ന് ഞാനിത് ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചോണ്ടിരുന്നതാണ്. എന്താണിത്? എനിക്ക് ലിയോയിന്ന് മൂവ് ഓൺ ചെയ്യാൻ ഇപ്പൊ തഗ് ലൈഫ് സഹായിച്ചത്. അതായത് നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആകാൻ വേണ്ടി റീബൗണ്ടിലേക്ക് പോയ പോലെ. ലിയോ തഗ് ലൈഫിനെ കുറിച്ച് നോക്കുമ്പോ എന്തുകൊണ്ടും അവൻ ആ ഡിസപ്പോയിന്റ്മെന്റ് ലെവലിന്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. അല്ലെ, ലിയോ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ആ സെക്കൻഡ് ഹാഫിലെ കുറച്ച് സാധനങ്ങൾ ഒഴിച്ചാൽ ഇറ്റ്സ് റിയലി ഗുഡ് മൂവി. കുഴപ്പമില്ല. പക്ഷെ ഇത് അങ്ങ് ഇതിന്റെ അകത്തുള്ള എനിക്ക് എപ്പോഴും തോന്നുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു കൂറപ്പടമല്ല. കൂറപ്പടമാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം ഏതെങ്കിലും ഒക്കെ ലെവലിൽ. ടു ബോറിംഗ്, അതാണ് പ്രശ്നം. ഇന്ത്യൻ ടു ഞാൻ തറലി എൻജോയ് ചെയ്ത് കണ്ട ഒരു പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, വളരെ പൊളി സാധനം. അല്ല, അതിനകത്തിലെ ഫ്രേസസും നമ്മൾ ഓർത്തിരിക്കുമല്ലോ. മറ്റേ എന്താണ്, എന്തോ മെൻഷൻ ഫ്രം സോഷ്യൽ മീഡിയ ആണ്, ചിത്ര അരവിന്ദൻ ഫ്രം സോഷ്യൽ മീഡിയ. ഇതിന്റെ അകത്ത് അങ്ങനെ പറയാനൊന്നുമില്ല എക്സെപ്റ്റ് ഫോർ നാസറിന്റെ ഡയലോഗ്. അത് ഞാൻ ജീവിതകാലത്ത് മറക്കില്ല. നല്ലൊരു അനാലജി ആയിരുന്നു. ശരിയാണ്, അത് നൈസായിരുന്നു. സിംബുവും പുള്ളിയും പറയുന്നത് അതിലൊക്കെ ഒരു ന്യൂവാൻസ് ഇല്ലേ. ഒരേ സമയം അപ്പന്റെയും അല്ല ഐ മീൻ ചേട്ടന്റെ അനിയന്റെയും ഇതായിട്ട് വരുമ്പോ പുള്ളിക്കാരി അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല ആണല്ലോ, സിംബുവായിട്ട് പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് അവർ കാണിക്കുന്നില്ല. പക്ഷെ പുള്ളിക്കാരി കമലഹാസനോടാണ് ഒരു അഫെക്ഷൻ ഉള്ളത്. അപ്പൊ അതൊരു നൈസ്.
എനിക്ക് It's, അറിഞ്ഞൂടാ. ഞാൻ ഇനി അതിനെ ആ തൃഷയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ഇതിനകത്ത് ഈ പോഡ്കാസ്റ്റിൽ ഞാൻ സംസാരിക്കുന്നതായിരിക്കില്ല. കാരണം ഞാനൊരു തൃഷ ഹേറ്റർ എന്ന് നാട്ടുകാര് വിചാരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ ഡോക്ടർ സിൻസ് ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി GBUവിന്റെ അകത്ത് പറഞ്ഞത് ഇച്ചിരി കടന്നാക്രമിച്ചായിരുന്നു അവൻ. എത്ര പണി അറിയില്ലെങ്കിൽ നിർത്തിപ്പോകുന്നതാണ്, ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പം അത് ഇതൂടെ ആവുകയാണെങ്കിൽ അവൻ ചിലപ്പോൾ വല്ല അഗാധമായ നമ്മുടെ ഒരു ട്രൂ ട്രോമയിലേക്കും വീണു പോകും. ഫീലിങ്സ് എല്ലാം പുറത്ത് അഴിച്ചിട്ട ഒരു റിവ്യൂവർ ആണ് നമ്മുടെ ചാനലിലെ എന്താണ് അവന്റെ പേര്, ഡോക്ടർ സിൻസ്. അവന്റെ ഫീലിങ്സ് ഒരുപാട് അഴിച്ചിടാൻ പോയാൽ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാൻ അവൻ പറ്റില്ല. ഇത്തിരി പണ്ട് സെൻസർ ഫീലിങ്സ് ചെയ്തേ അഴിച്ചിടാൻ ഇടാറുള്ളൂ. മിടുക്കനാണ്. നമ്മുടെ കൂട്ടത്തിൽ തീർച്ചയായും. ഫീലിങ്സ് മെൻഷൻ ആണല്ലോ ഡോക്ടർ സെൻസ്. Feelers. അപ്പം ഇതൊക്കെയാണ് തഗ് ലൈഫിനെ കുറിച്ച്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും ന്യൂവാൻസസ് പറയാനുണ്ടോ തഗ് ലൈഫിനെ കുറിച്ച്? എനിക്ക് ആക്ച്വലി തോന്നുന്നത് എനിക്ക് എന്താ ആ പറയാ, അല്ല പറഞ്ഞോ നല്ല കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ആ കാറിന്റെ അത്ര ഷൂട്ട് ഔട്ട് ആക്ച്വലി ഇഷ്ടപ്പെട്ടായിരുന്നു. അത് നല്ലതായിരുന്നു നല്ലായിരുന്നു. കേട്ടോ. കാരണം അത് പക്ഷേ വെൽ ഷോട്ട് ആയിരുന്നു. അത് അത്യാവശ്യം കാണാൻ ഒരു ഭയങ്കര എഫക്റ്റീവ് ഒരു ആയിരുന്നു. പോയിന്റിൽ പുള്ളി ആ സ്റ്റിയറിംഗിലോട്ട് കിടന്നപ്പോൾ ഞാൻ ഓർത്തു രംഗരായ ശക്തിവേലിന്റെ തലക്കിട്ട് വെടി കിട്ടിയോ എന്ന് ഞാൻ ഒരു ആ നിമിഷം ഒന്ന് അതെ ഭയന്നായിരുന്നു. പക്ഷെ സംഭവിച്ചില്ല. അത് പക്ഷെ ഭയങ്കര നല്ലതായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുണ്ടായിരുന്നു അത് കാണാൻ. അതൊരു നല്ല സീക്വൻസ് ആയിരുന്നു. ആൻഡ് എന്താണ് ഞാനിങ്ങനെ ആലോചിച്ചേ, സ്വാഭാവികമായിട്ട് ആ കാറിൽ സിംബു ഇല്ലാത്തത് കൊണ്ട് നമുക്കത് പുള്ളി സംശയിക്കുന്നതിൽ നമുക്കങ്ങനെ എക്സാക്ട്ലി തെറ്റ് പറയാനും പറ്റത്തില്ല. പുള്ളി സംശയിച്ച പോലെ തന്നെ അവൻ ചതിക്കുകയും ചെയ്തില്ല. അപ്പൊ ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്തു, മേ ബി ദിസ് ഫിലിം ഇസ് നോട്ട് ദാറ്റ് ബാഡ് എന്ന് ഞാൻ ഓർത്തായിരുന്നു. കാരണം അങ്ങനത്തെ ആ ചെറിയ റിയലൈസേഷൻ പുള്ളിയുടെ മുഖത്ത് വരുന്നത് ആ അതെ കാണിക്കുന്നുമുണ്ട്. അതായത് അവൻ അതെ അതെ പ്രതീക്ഷ പോലെ തന്നെ അവൻ ചതിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ആ അതെ. അപ്പൊ തോന്നല്. ഞാനിങ്ങനെ ഓർത്തു, ഓക്കെ ഇത് ഫസ്റ്റ് ഹാഫ് എനിക്ക് ഓക്കെ ആയിരുന്നു. ആക്ച്വലി ഞാനത് എന്റെ കൂടെ കാണാൻ വന്നിട്ടുള്ള ആൾക്കാരോടും പറഞ്ഞു, ഇത് അത്രയും പന്നപ്പടമൊന്നുമല്ല. ദിസ് ഇസ് ലൈക്ക് എനിക്ക് റെട്രോ കണ്ട ഒരു വൈബ് എനിക്ക് ആക്ച്വലി ഫസ്റ്റ് കഴിഞ്ഞപ്പോ തോന്നി. അപ്പൊ ഞാൻ ഐ വാസ് ലൈക്ക്, മേ ബി സെക്കൻഡ് ഹാഫിൽ കണ്ടിറങ്ങുമ്പോൾ റെട്രോ കണ്ട ഒരു ഫീലിംഗ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ ഹോപ്പ് ചെയ്തു. പക്ഷേ സോറി, റെട്രോയ്ക്കൊരു ചീത്തപ്പേരായി പോവും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും. എന്തോ റെട്രോ നല്ലതായിരുന്നു. നല്ലതാണല്ലേ. റെട്രോ ഞങ്ങളത് നമ്മുടെ റിവ്യൂ ഉണ്ട് റെട്രോയിൽ. അപ്പൊ അത് ആക്ച്വലി എനിക്ക് എന്നിട്ട് പന്നപ്പടമായിട്ട് തോന്നിയിട്ടില്ല. റെട്രോ ഇസ് ആക്ച്വലി നോട്ട് ദാറ്റ് ബാഡ്. ചെറിയ ചെറിയ ഇഷ്യൂസ് അവിടെ ഇവിടെയായിട്ട് ഉണ്ട് എന്നുള്ളതല്ലാതെ റെട്രോ ഇറ്റ് വാസ് എ ഡീസന്റ് വാച്ച്. അപ്പോ പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഫസ്റ്റ് ഹാഫ് ഞാൻ ഇച്ചിരി ഓവർ ഹോപ്പ് ചെയ്തു എന്നുള്ളതാണ് എന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പടത്തിന്റെ ഇത് റിവ്യൂ ഒക്കെ വന്ന സമയത്ത് കുമാരി പറയുന്നുണ്ടായിരുന്നു, ഇത് മേ ബി ഒരു Another മലൈക്കോട്ടെ വാലിബൻ പോലെ മലൈക്കോട്ടെ ആവുമോ വാലിബൻ. എന്ന്. ശരി, ഞങ്ങൾക്ക് മലൈക്കോട്ടെ വാലിബൻ ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ അതുപോലെ ആവുമെന്ന് വിചാരിച്ചു. കാരണം അത് ദിഗംബരൻ റെട്രോ കാണാൻ പോകുന്നതിന് മുമ്പേ ദിഗംബരൻ അങ്ങനെ ഹോപ്പ് ചെയ്തായിരുന്നു. And that hope അത് came ഞാൻ true. പറഞ്ഞു. കാര്യം അത് അങ്ങനത്തെ പടങ്ങൾക്കൊക്കെ നമുക്ക് ഒരു വിധത്തിന് കേൾക്കുമ്പോൾ അറിയാം. അതായത് ഒരു കൂട്ടത്തില് ഒരു സെറ്റ് ഓഫ് ആൾക്കാർ പറയും നല്ലതാണ്, കൊള്ളാന്ന് പറയും, ഒരു മിക്സഡ് അഭിപ്രായം വരും. പക്ഷെ ഇതിന് പൂർണ്ണമായും ഒരു നെഗറ്റീവ് ഇത് തന്നെ വന്നതുകൊണ്ട് ഇത് നല്ലതാന്ന് ഉറപ്പായിരുന്നു പറഞ്ഞ എനിക്ക്. ആരും തന്നെ ഇല്ല, വളരെ കുറവാ. ഇത് എനിക്ക് നല്ലതെന്ന് എല്ലാരും പറഞ്ഞ ആരെയും നമ്മൾ കണ്ടായിരുന്നു? ഞാൻ ഒരു റിവ്യൂസിനെ അങ്ങനെ കണ്ടില്ല. ഇനിയോ ഒന്നുമില്ല അങ്ങനെ ആരും പറഞ്ഞിട്ടുണ്ടാവും. ഈ ഭരദ്വാജരംഗന്റെ ഒരു കേസ് ഉണ്ടെന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നുണ്ട്. കാര്യം പുള്ളിയുടെ അടുത്ത് വന്നിട്ട് ഈ പ്രൊമോഷണൽ ഇന്റർവ്യൂ നടത്തുന്ന പടമെല്ലാം പുള്ളി I remember കൊളാണെന്ന് Baros. പറയുന്നു. ബാറോസ് ഇത് പിന്നെ ഇവൻ ഏതാണ്ടൊക്കെ എമ്പുരാൻ പറഞ്ഞു. അല്ലേ? എമ്പുരാൻ എമ്പുരാൻ പന്നപ്പടം അല്ലായിരുന്നു. പക്ഷെ എന്നാലൊരു പുള്ളി പറയുമ്പോഴത്തേക്ക് അതാ വരുമ്പോ പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അങ്ങനെ അപൂർവം ചില പടങ്ങൾ മാത്രമേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നത്. മേ ബി വീരധീര സൂരൻ അല്ലെങ്കിൽ മറ്റേ വീരവീരസുരൻ നമുക്ക് ഇൻഡസ്ട്രിയിൽ അതിന് പൈസ ഒന്നും കിട്ടിയില്ലല്ലോ. അതല്ലേ സംഭവം. എനിക്കത് ഭയങ്കര എനിക്കത് ഭയങ്കര അത് ഞാൻ അത് പറയുകയും ചെയ്തു എമ്പുരാന്റെ സമയത്ത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. അത് നല്ല പടമായിരുന്നു. എമ്പുരാന്റെ സമയത്ത് ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ അത് ഹിറ്റായി പോയേനെ. അത് എന്തിന്റെ ആവശ്യമായിരുന്നു? അത് നല്ല പടമായിരുന്നു. അതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. തുഷാര വിജയന്റെ ക്യാരക്ടർ സോ ഗുഡ്, വെൽ റിട്ടൺ. കാരണം അവർ തമ്മിലുള്ള ലൈക്ക് ഏജ് ഡിഫറൻസ് ഒന്നും അവരുടെ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തില്ല. അതും
കുറെ സീനൊക്കെ ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലായിരുന്നു അതിൻ്റെ അകത്ത് അവർ തമ്മിലുള്ള ഇക്വേഷൻ ഒന്നും. ഇപ്പൊ അവൾ സ്കൂട്ടറെ കയറാൻ പോകുന്ന സമയത്ത് പുള്ളി പേർവേർട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും കാണിക്കുന്ന കാര്യമില്ല, പക്ഷെ എന്നിട്ടും അല്ല, പക്ഷെ that was cute. That it was was not cute a actually. pervy thing for Yeah, us. It was very it was cute. cute actually. Yeah. So, കാരണം അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡൈനാമിക്സ് yeah. ആകുമ്പോഴത്തേനും ഇറ്റ് വാസ് വെരി നൈസ്. അത് നല്ലായിരുന്നു. അവര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പക്ഷേ കമ്മ്യൂണിക്കേഷനും ലോയാലിറ്റിയും വാസ് ആക്ച്വലി ഗുഡ്. എനിക്ക് ഇതിനകത്തില് കമലഹാസനും STR ഒക്കെ ഇച്ചിരി ഓവർ ശരിയാട്ടോ, അത് ഞാനൊന്ന് ഫീൽ ചെയ്തായിരുന്നു. ക്രീപ്പി. എനിക്ക് STR ആണ് കൂടുതൽ ക്രീപ്പി ആയിരുന്നത്. കമലഹാസൻ അത്ര സ്ലീപ്പിംഗ് സീക്വൻസ് വാസ് വിയർഡ്. അത് കമലഹാസന്റെ ക്രീപ്പി സീൻ ഞാൻ പറഞ്ഞില്ല, മറ്റേ മോളിന്റെ അടുത്ത് പോയി കാല് പൊക്കി ആ സ്റ്റെയർ കേസിന്റെ അവിടെ നിൽക്കുന്നത്. എന്റെ ദൈവമേ, എന്താ വാ അത്. അത് മറ്റേ വെലോണിയുടെ പെണ്ണല്ലേ? വെലോണി സീരീസ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അഞ്ജന എന്നാണ് പുള്ളിക്കാരുടെ പേര്. പ്രൈമിന്റെ അകത്തുള്ള. ഞാൻ എവിടേക്കോ അവരെ കണ്ടിട്ടുണ്ട്, ബട്ട് ഏത് സിനിമയാണെന്ന് എനിക്ക് അങ്ങോട്ട് എക്സാക്ട്ലി പിൻ പോയിന്റ് ചെയ്യാൻ ആമസോൺ പ്രൈമിന്റെ അകത്തുണ്ട്. SJ സൂര്യ ഉണ്ട് അതിന്റെ അകത്ത്. അത് അടിപൊളി സീരീസ്, നല്ല അതിന്റെ അകത്ത്. ഐ തിങ്ക് ഞങ്ങളെപ്പോലെ തന്നെ ട്രോമ അടിച്ച ഒരുപാട് പേരും ഞങ്ങളെപ്പോലെ തന്നെ മണിരത്നം ഫാൻസ് ആയിട്ടും റഹ്മാൻ ഫാൻസ് ആയിട്ടും കമൽഹാസൻ ഫാൻസ് ആയിട്ടും പോയി കണ്ടവര് കുറെ പേര് കാണും. ഐ തിങ്ക് STR ഫാൻസും ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ്. നമ്മുടെ കരയുമായിരുന്നു കുറെ. കംബാക്ക് വിചാരിച്ചു പോയ ഗോബാക്ക് പറയേണ്ട അവസ്ഥയായി. തൃഷയുടെ ഫാൻസ് ആണെങ്കിലും ഡിസപ്പോയിന്റഡ് ആയിരിക്കും, കാരണം ഓൾറെഡി കുറെ നാളായിട്ട് ഇങ്ങനെ ദുരന്തം റോളുകൾ. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, മണിരത്നം ഹാസ് ടു ഡു വൺ മോർ. അതായത് 25 പടമാവും തോന്നുന്നു പുള്ളി ഒരെണ്ണം കൂടെ ചെയ്ത് കഴിഞ്ഞു ആണെന്നാ തോന്നുന്നത്. 25ാമത്തെ പടം ഒരു നല്ലൊരു റിയൽ പ്രോപ്പർ മണിരത്നം സിനിമ വിത്ത് എ ഗുഡ് എ റഹ്മാൻ മ്യൂസിക്കൽ വിത്ത് എ ഗുഡ് കാസ്റ്റ് ഒരു സിനിമ ചെയ്തിട്ട് പുള്ളി റിട്ടയർ ചെയ്താൽ, അതായത് നമുക്ക് ആ ഡാർക്ക് നൈറ്റിലെ ഡയലോഗ് പറയാതിരിക്കാൻ പറ്റും. അതായത് യു ലിവ് ലോങ് ആസ് എന്താ പറഞ്ഞത്, You either live long enough to become you die as a hero, either you die as you a live long enough to become a villain. Exactly. അപ്പം അതാണ് ശങ്കറിന്റെയും ഗൗതം മേനോന്റെ അവസ്ഥ. ഇത് ലോകേഷ് പറഞ്ഞപ്പോൾ ലോകേഷിന്റെ മനസ്സ് മാറ്റിയ ഡയറക്ടേഴ്സ് ഇവരെല്ലാവരും. ലോകേഷ് മര്യാദയ്ക്ക് പറഞ്ഞ 10 പടം കഴിഞ്ഞിട്ട് ഞാൻ പോവും, ഈ പരിപാടി ഞാൻ വേറെ വല്ലോ പണിക്കും പോകുമെന്ന് പറഞ്ഞ പാർട്ടിയെ. അപ്പൊ അവനെയും പിടിച്ചിരുത്തി പടം ജയിക്കുവാണെങ്കിൽ പ്രോബ്ലം ഇസ് ദാറ്റ് കുറച്ച് കഴിയുമ്പോൾ ഡയറക്ടേഴ്സിന്റെ ആ ഒരു സ്റ്റഫ് കഴിയും അവരുടെ കയ്യിലുള്ള. അത് അവരുടെ കുഴപ്പമല്ല, കാലം മാറുന്നതിനനുസരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഡയറക്ടേഴ്സ് വളരെ ചുരുക്കം. അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ആളെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളായിരുന്നു മണിരത്നം. ശങ്കറിന്റെ കാര്യത്തിൽ പോലും ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ മണിരത്നത്തിന്റെ കാര്യത്തിൽ ഇപ്പം മലയാളത്തിൽ എല്ലാവരും ജോഷി എന്ന് പറഞ്ഞാലും ജോഷി ഔട്ട്ഡേറ്റഡ്. റിയലി സോറി ടു സേ ദിസ്, ഹി ഈസ് വെരി അവതാരം ഓർക്കുന്നു തിയേറ്ററിൽ പോയി കണ്ടു. എനിക്കൊന്ന് പുള്ളിയുടെ റൺവേ ആയിരുന്നു പുള്ളിയുടെ സോളിഡ് ലാസ്റ്റ് പടം. റൺവേ അല്ല സോറി റൺ ബേബി റൺ സോളിഡ്. അതിനുശേഷം വന്നതെല്ലാം സോളി. പൊർജൂമറിയോ ഒന്നും എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഫോർ മീ ഇറ്റ് ഡിഡ് വർക്ക്. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇറ്റ് ഈസ് എ സാഡ് ആൻഡ് വെരി എന്താണ് ഒരു എന്താ പറയുന്നത്, ഒരു വേറൊരു സ്പേസിലുള്ള പടമാണ്. പക്ഷെ ഐ ലൈക്ക് ദ ഫിലിം. ഇറ്റ് വാസ് റിയലി നൈസ്. എനിക്കത് ഇഷ്ടപ്പെട്ടു, എനിക്കത് വർക്ക് ചെയ്തു. എനിക്കെന്തോ വർക്ക് ചെയ്തില്ല. പിന്നെ സലാം കാശ്മീർ പോലത്തെ ഒരു എൻജോയബിൾ പടം തന്നുകൊണ്ട് അതിൻ്റെതായിട്ടൊരു സന്തോഷം നമുക്കുണ്ട്. അലോൺ ജോഷിയുടെ ആയിരുന്നു. ഷാജി കൈലാസ് ഷാജി കൈലാസിന്റെ കടുവയും നമ്മുടെ മറ്റേ പടം ഏതാണ് കാപ്പയും പൃഥ്വിരാജ് ഡയറക്ട് ചെയ്യുന്നതുകൊണ്ട് ഷാജി കൈലാസിന് ഒരു നല്ല പടം ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ആക്ച്വലി സത്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാൻ ഇഷ്ടമല്ല, പക്ഷെ അതാണ് സത്യം എന്നാണ് എനിക്ക് ആ സിനിമ തോന്നിയത്. അപ്പാർട്ട് ഫ്രം ഫ്യൂ സീൻസ് അത് കാണുമ്പോഴേ അറിയാം അതിന്റെ കൈ നല്ലപോലെ ചലർത്തിയിട്ടുള്ളതാണ്. പക്ഷെ അത്രയും ലെൻസ് ഫ്ലെയർ എന്നിട്ട് എങ്ങനെ വന്നു കടുവയ്ക്കകത്ത് പ്രകാശപൂരിതമായത്? അതെങ്ങനെയാന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എന്താണ് ഷാജി കൈലാസ് മറ്റേ സൗണ്ട് വന്നു എനിക്ക്. സൗണ്ട് ഉണ്ടല്ലോ, കട്ട് ചെയ്യുന്ന സൗണ്ട്. ഷാജി കൈലാസിന്റെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ട്രൂ ജെനുവിൻ ഷാജി കൈലാസ് പടം വാസ് ടൈഗർ. ടൈഗറിന് ശേഷം
ഒരു പടവും. ഈവൻ ദോ ഐ എം എ ഫാൻ ഓഫ് നമ്മുടെ LK, ലാൽകൃഷ്ണ മുഴാലിയ. ലാൽകൃഷ്ണ തമിഴ് കണ്ടിട്ടുണ്ടോ? എല്ലാം അവൻ എല്ലാം അവൻ സെയിൽ ആർക്കെ ആണ് ആർക്കെ അഭിനയിച്ച പടമല്ലേ. ആർക്കെ സുന്ദർത്തിയൊക്കെ ഒരു കാറ്റഗറിയിലുള്ള ടീം, ലുക്ക് വൈസ് ഒക്കെ തീർച്ചയായും ഇല്ലേ? ലുക്കും ആക്ടിങ്ങും ഒക്കെ. അപ്പം ഒക്കെയാണ് തഗ് ലൈഫിന്റെ വിശേഷങ്ങൾ. യെസ്. അപ്പം ഓ, എല്ലാരും തഗ് ലൈഫ് എന്ന് പറയുന്നത് സോറി ഈ പടം കണ്ട അങ്ങനെയാണ് എല്ലാവരുമാണ്, പടം കണ്ട തഗ് നമ്മളെല്ലാവരുമാണ് ഒറിജിനൽ തഗ്. കാരണം പടം തഗ് കൊള്ളത്തില്ലെന്ന് അതെ. അറിഞ്ഞിട്ടും നമ്മൾ ആ പടത്തിന് പോയി. വേറെ എടാ, പോയി എനിക്ക് കണ്ടു. അതെ. എനിക്കങ്ങ് സങ്കടമായത് എപ്പോഴാണെന്നറിയോ? ഇത് കണ്ടിട്ട് ഒരു ഇതിന്റെ അകത്ത് ഒരു പുള്ളി ഒരു റിവ്യൂവിന്റെ അകത്ത് ഒരു പുള്ളി പറയുന്നുണ്ട്, അതായത് കമലഹാസൻ മണിരത്നം ഇനി ഒരിക്കലും ചേരരുത് അയ്യോ, എന്നൊക്കെ. അങ്ങനൊക്കെ അത് പറയാൻ എനിക്കങ്ങോട്ട് പാടുണ്ടോ? ആകെ വിഷമമായി പോയി. അത് എനിക്ക് പുള്ളി ആ വിഷമം കൊണ്ട് പറയുന്നത്. ആ, അതായത് ഇനി ഇവര് മനസ്സിലായി. ചേരും, അത്രയും ഡിസപ്പോയിന്റ്മെന്റ് താങ്ങാൻ പറ്റാത്തോണ്ട്. അപ്പൊ അടുത്ത ശരി. തലൈവറും മണിരത്നവും കൂടെ പടം വരുന്നുണ്ടെന്ന് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. തലപതി അപ്പൊ കോമ്പോ ആ എന്നൊക്കെ പുള്ളി എന്താ പറഞ്ഞിട്ട് ഇനി ഉദ്ദേശിച്ചത്? അതെന്തോ മണിരത്നം അനിരുദ്ധും മ്യൂസിക്കാണോ എന്നാണ് ആലോചിച്ച് നോക്കി. മണിരത്നം ഇവരാരും മണിരത്നം ഇനി പടവേ ചെയ്യണ്ട, മര്യാദക്ക് റിട്ടയർ ആ, ആയിക്കോന്നുള്ള രീതിയിൽ. അതായിരിക്കും. പക്ഷെ ആണ്ടവർ എനിക്കറിഞ്ഞൂടാ, കഷ്ടമുണ്ട്. ആണ്ടവർ ഈ പറയുന്ന അങ്ങനെയൊക്കെ പറയുമ്പോഴേ ചങ്കിക്കൊള്ളുന്ന വർത്താനൊക്കെ പറയണ്ടേന്ന് പറഞ്ഞു. അൻപരിവ് ഡയറക്ട് ചെയ്യുന്ന പടത്തിന്റെ അകത്തേലും പുള്ളി തിരിച്ചു വന്നാൽ കൊള്ളാം. അല്ല, ഇത് പുള്ളി ഇനിയിപ്പം വിക്രം ഉണ്ടല്ലോ, വിക്രം 2 ഒക്കെ ഉണ്ട്. ക്രമമുണ്ട്, മറ്റേ പക്ഷെ എൻജിഎം ഈ ഒക്കെ ഉണ്ടല്ലോ. അൻപറിവ് പടത്തിലെ സ്റ്റണ്ടൊക്കെ ഇതുപോലെയാണെങ്കിൽ ഓ, ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ആ, അവന്മാർ സ്റ്റണ്ട് ചെയ്യാതെ വേറെ ആരെ കൊണ്ടേലും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോ അതെ. നന്നായിരിക്കും. അവന്മാര് വല്ല യാനിക് ബെന്നെ, ലീവി ടേക്കറിനെ കൊണ്ടൊക്കെ സ്റ്റണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കൊള്ളാം, ചെയ്യിപ്പിക്കാൻ നല്ലതായിരിക്കും. അല്ലേ? അതായിരിക്കും എന്നിട്ട് നല്ലത്. അവര് ഡയറക്റ്റ് ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല. അതെ. പക്ഷെ എനിക്കറിയില്ല. Yeah, Let's see. അതൊക്കെയാണ്. Let's wait for കൂലി. കൂലി നമ്മളെ ചതിക്കാതിരിക്കട്ടെ, ജിങ്സ് അടിച്ച് പോവാതിരിക്കട്ടെ. നമുക്ക് നോക്കാം. തീർച്ചയായും. അതെ. യെസ്. അപ്പം ഒരു 1.5 മണിക്കൂറത്തെ സങ്കടം പറച്ചിലിനും ഡിസപ്പോയിന്റ്മെന്റുകളും അട്ടിയടിക്കിയ ഒരു എപ്പിസോഡായിരുന്നു. നിങ്ങൾ തഗ് ലൈഫ് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയൂ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് കമന്റ് ചെയ്യുക. ഞങ്ങളുടെ എപ്പിസോഡ്സ് കാണാൻ വേണ്ടി തിരിച്ചു വരിക. ഞങ്ങൾ വീണ്ടും ഇതുപോലെ പുതിയ പടങ്ങളെ കുറിച്ച് റിവ്യൂ ചെയ്യാൻ വരുന്നതായിരിക്കും. പഴയ പടങ്ങൾ ഞങ്ങളുടെ ക്ലാസിക്സ് ഉണ്ട്, അതുപോലെ കുറപ്പടങ്ങൾ ഉള്ള നമ്മുടെ ഡിഫൻഡർ സീരീസ്, എക്കെ അവരാധെ എന്നൊക്കെ പറയുന്ന നല്ല അടിപൊളി പ്ലേലിസ്റ്റുകളുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് അടിപൊളി അടിപൊളി എന്താണ് കോണ്ടന്റ്സ് ആയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. സോ അൺടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം, ദിസ് ഇസ് മീ UTC കുമാരി സൈനിങ് ഔട്ട് വിത്ത് മിസ്റ്റർ ദിഗംബരൻ ആൻഡ് ചക്രപാണി. ബൈ. Bye.